രാസത്തെ മൃഗത്തെ ഓർക്കാൻ നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്യാം. ഇരുമ്പുമല്ലൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട AK ആൻ്റണി സാറിനെ ഓർത്താൽ മതി. അദ്ദേഹം പറയാറുണ്ട് എപ്പോഴും, ക്രൂരവും പൈശാചികവുമായ ഒരു സംഭവമായിപ്പോയി ആ സംഭവിച്ചത്. അത് ഓർത്താൽ മതി. ഈ മൃഗം ഘോരവും ഭയങ്കരവുമാണ്. ക്രൂരവും പൈശാചികവും ചെറിയ വേഷം മാറ്റുക. എങ്ങനെ ആക്കണം? ഘോരവും ഭയങ്കരവും. അല്ല, കാര്യങ്ങൾ ഓർക്കാനാണ് ഇതൊക്കെ. അല്ല പിന്നെ ഇവരെ കൊണ്ട് വേറെന്തോ ഗുണം? ഈ കാര്യം നമുക്ക് പഠിക്കണം. അതിനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ല, അവരോട് പിണക്കൊണ്ടായിട്ടല്ല ഇത്. കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഇപ്പം അറിഞ്ഞില്ലേ? 4ാമത്തെ മൃഗം എന്താണെന്ന് മനസ്സിലായില്ലേ? ഘോരവും ഭയങ്കരവും, ക്രൂരവും പൈശാചികവും. അപ്പോൾ നമുക്ക് 1ാം മൃഗം സിംഹം, 2ാം മൃഗം വെറുതെ അല്ല, ഒരു പാർശ്വമുറുത്ത് നിൽക്കുന്ന കരടി. മനസ്സിലായോ? ഞാനിത് ഒരിടത്ത് പറഞ്ഞപ്പോൾ ഓരോ കേട്ടുകൊണ്ട് ഒരു പയ്യൻ പറയുക, മോഹൻലാലിനെ ഓർത്താൽ മതി. അവിടെ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഈ ഘോരവും പൈശാചികവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ട പുള്ളി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന 2010 ജനുവരി മാസം 1, ഡേറ്റ് മറക്കൂല. ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടെയോ പ്രസംഗിച്ചിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ്. ഈ 31-ൻ്റെ. അപ്പോൾ നമ്മുടെ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്നെ വിളിച്ചു. എൻ്റെ ഈ CD കണ്ടിട്ട്, അന്ന് CD ആണ്, എന്നോട് പറഞ്ഞു, ഇങ്ങനെ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നൊരു വ്യാപാര ശൃംഖല ഇറാഖ് കേന്ദ്രീകരിച്ച് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറേ തെളിവ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വെട്ടുന്ന വലിയ റോഡുകൾ, അന്ന് റോഡുകൾക്കൊക്കെ കേരളമെതിരെ നിൽക്കുന്ന കാലമാണ്. നമ്മളന്ന് പറഞ്ഞ വലിയ റോഡുകൾ വരാൻ പോകുന്നു, രാജ്യാന്തര റോഡുകൾ. കാരണം ഈ കച്ചവട സാധനങ്ങൾ ചെല്ലണം. തെളിവോടുകൂടി ചരിത്രമൊക്കെ ഉദ്ധരിച്ചിത് പറഞ്ഞു. എന്നെ ഒരു ദിവാസം വിളിച്ചിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ദിവാസനെ ഇന്നത്തെ മനോരമ വായിക്കണം, താങ്കൾ പ്രസംഗിച്ചതിന് തെളിവായിട്ടൊരു വാർത്ത. ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന വലിയ ബുൾഡോസറുകളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പണിയാണ്. അപ്പോൾ ആൻ്റണി സാറായിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി. പുള്ളി ഓർത്ത് അതിരി മാന്തി വരിക. പുള്ളി അപലപിച്ചു, ക്രൂരവും പൈശാചികമാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ചൈന പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അതിരി മാന്തുകയല്ല. ശ്രദ്ധിച്ചേക്കണം, അടുത്തത് മനോരമ റിപ്പോർട്ട് വായിക്കണം. കരമാർഗം 48 മണിക്കൂർ കൊണ്ട് ഇറാഖിലെത്താൻ ഞങ്ങളൊരു റോഡ് നിർമ്മിക്കുകയാണ്. കണ്ടല്ലോ, ഈ റോഡിലേക്ക് നമ്മുടെ ഹൈവേകളെല്ലാം വന്നു ചേരുന്നേ എന്തിനാണെന്നറിയണ്ടേ? വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ സാധനം വരണം എല്ലായിടത്തും. കരമാർഗം വേണം, കടൽ മാർഗം വേണം, വ്യോമമാർഗം വേണം. പിടിയിട്ടോ? ഒന്നുകൂടെ കേട്ടു. ചെറുകിട വ്യാപാര ശൃംഖലകളെല്ലാം അടച്ചു പൂട്ടാൻ പോകുന്നു. ഞാൻ ദുബൈയിൽ പ്രസംഗിച്ച വഴിക്കൊരു കാര്യം പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കണം, ചെറുകിട സ്വർണ്ണ വ്യാപാരികളൊക്കെ പൂട്ടും. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത ദിവസം ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, അങ്ങനെ പലതും പൂട്ടിപ്പോയി. പറയണ്ടൊന്നും, വാക്കിൽ കൊടുക്കരുത് നമ്മളെ ആരും. പലതും പൂട്ടിക്കെട്ടി. എന്താ കാര്യം എന്നറിയണ്ടേ? ഇത്തരം ഓൺലൈൻ മാർക്കറ്റുകൾ സജീവമാകുമെന്ന് ഞാൻ അന്ന് പ്രസംഗിച്ച. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ടെത്തിച്ച് തരുന്ന തരത്തിലെ ഉൽപ്പന്നങ്ങൾ. ഒരു മോതിരം വേണം, പരസ്യം കണ്ടു, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. നമ്മളെ കണ്ടപ്പോഴേ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാവർക്കും പിടികിട്ടി. തൊട്ടടുത്ത ദിവസം മരതകപ്പച്ച മുത്തു പതിച്ച, മാണിക്ക കല്ല് പതിച്ച ഒരു മനോഹര മോതിരം. മനസ്സിലായോ? ഇതൊക്കെ ഇട്ട് കേരളത്തിൽ ചെന്നു. നിങ്ങൾ വിടങ്ങാരും മൈൻഡ് ചെയ്യത്തില്ല. കേരളത്തിൽ ചെന്ന് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങി, എന്നാണ്ട് വിശേഷമൊക്കെ, എവിടെ ഇപ്പം? അത്ര ഭംഗിയായത്. ആരെയും കുഴപ്പമില്ല, നമ്മൾ പോലും ഇങ്ങനെ വെച്ചു പോകുന്ന ആരെയും കുഴപ്പമില്ല. വൈകിട്ട് ഇത് വെച്ചിട്ട് കിടന്നു. നേരം വെളുത്ത പാരണ്ട് അടിച്ചു മാറ്റി. കേരളമല്ലേ, അവിടെ കൊണ്ടുപോലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഏതായാലും വിഷമിച്ചിരുന്നു. അപ്പോൾ കൺട്രോൾ റൂമിൽ ഒരു വിളി, കസ്റ്റമർ കെയറിൽ നിന്ന്, സാർ മോതിരം കിട്ടിയിട്ട് എങ്ങനെയുണ്ട്, സന്തോഷമാണോ? നമ്മൾ നാളും എല്ലാം പറഞ്ഞ ആൾക്കാർ മേടിച്ച് അതിന് പറ്റിയ കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴേ മന്ത്രവാദവും ഇത് നടക്കുന്ന കാലമല്ലേ. പുള്ളി പറഞ്ഞു, ഈ ജാതകം ഒന്നും പ്രയോജനപ്പെട്ടില്ല,
ആരാണ്ട് അടിച്ചു മാറ്റി. അതേപ്പറ്റി ബോധയിടാണ്ട. സാറിൻ്റെ മോതിരം എവിടെ പോയാലും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെ. അതിനുള്ള പൈസ അടപ്പിച്ചിട്ടുണ്ട്. ഒരു ഡിപ്രിസിയേഷൻ ചാർജ് അടച്ചു, 10,000-2,000 രൂപ അടച്ചു, തീർന്നു. ഇത് മാവലിക്കരയിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ ട്രെയിനെ കയറി നേരെ കോട്ടയം ചാടി. കോട്ടയം ചാടിയിട്ടാണ് ഇവൻ അവിടെ വെച്ചൊന്ന് ഇട്ട് നോക്കി. ഇങ്ങനെ വിറച്ച് അവൻ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി. എന്നാന്ന് വെടിയിട്ടുന്നില്ല, ഷുഗർ താന്നാന്നൊക്കെ ഓർത്തു. ഒരു ചായ നല്ല മധുരം കൂട്ടി മേടിച്ചു. ഗ്ലാസ് അടക്കം വിറയ്ക്കുകയാണ്. ഒടുക്കം കള്ളനെ ഇവൻ നേരെ അങ്ങോട്ട് ക്ലിനിക്കും എല്ലാം പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ നടന്ന് കോട്ടയം ടൗൺ വഴി ഇങ്ങനെ വെച്ച് പോവുക. കാണുന്നൊരിടത്താണ്ട് ഉണർവ് കൂട്ടായ്മയെന്ന് വരിക. കോട്ടയം ടൗൺ വഴിയല്ലേ, നാഗമ്പടം വഴി ഇങ്ങനെ വെച്ച് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞ് അവനിങ്ങനെ വരിക. വല്ലവൻ്റെ എല്ലാം അടിച്ചു മാറ്റിയിട്ട് കവിഞ്ഞൊഴുകാന്ന്. വല്ലവൻ്റെ എല്ലാം കയ്യിലിരിക്കുന്ന സാധനം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കവിഞ്ഞൊഴുകുക. ഒഴുകിയത് അവനേ ഉള്ളൂ, വേറെ ആർക്കും ഒഴുകുന്നില്ല. മറ്റുള്ളവൻ്റെ കയ്യിൽ പോയതേ ഉള്ളൂ, കവിഞ്ഞൊഴുകുക. ഇതും വെച്ച് ഇങ്ങനെ പോയി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ഇവനെ ഒന്ന് പരിശോധിച്ചു, സ്റ്റെതസ്കോപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചു. ഡോക്ടറും പറയ്ക്കാൻ തുടങ്ങി. ഓ ഗ്ലോറി, ഇതെടുത്തു, വിറയിൽ നിന്നു. ഡോക്ടർ പറഞ്ഞ് ഇവനെ ഒന്ന് സ്കാൻ ചെയ്യണം, അങ്ങോട്ട് കിറ്റിക്ക്. സ്കാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാച്ചും മോതിരമൊക്കെ അഴിച്ചു. അവനൊരാശ്വാസം, സുഖം. പെട്ടെന്ന് പോലീസ് വന്നിട്ട് ആ സെക്യൂരിറ്റി ചോദിച്ചു, ഈ ലാപ്ടോപ്പ് കാണിച്ചിട്ട് വെച്ചു, എൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളിങ്ങോട്ട് വന്നോ തണ്ടിവൻ? അയ്യോ സാറേ, അകത്തോട്ട് പോയല്ലോ. എന്തി അകത്തുണ്ട്? ഡോക്ടറെ കയറി കണ്ട പറഞ്ഞു, അവനെ സീരിയസാണ്, സ്കാൻ ചെയ്യാൻ വിട്ടേക്കുക. ഈ സർക്കിൾ പറഞ്ഞു, സാറേ അതേ ഇത്തരം രോഗങ്ങൾ നിങ്ങൾ ചികിത്സിച്ചാൽ മാറുകയില്ല. ഞാനവിടുത്തെ ക്ലാസ് എടുത്തപ്പോൾ അവിടെ സൈക്കോളജിയൊക്കെ പഠിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നമാർക്ക് ഇത് മാറുകയില്ലെന്ന് പറഞ്ഞെടുത്തു എന്നോട്. അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് ആൾ മാറത്തില്ലെന്ന്, ചികിത്സിച്ചൊന്നും മാറ്റാൻ പറ്റിയില്ലെന്ന്. ഞാൻ പോയി നേരം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളിനെ സൈക്കോളജിയിൽ അവനെ മാറ്റാൻ സൈക്യാട്രിയിലൊന്നും ചികിത്സ കാണത്തില്ല. പക്ഷെ ഇവനൊക്കെ പറ്റിയൊരു സംഭവമുണ്ട്, ഒരു ചികിത്സയുണ്ട്. അതിന് അഡിയോതെറാപ്പി എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന്. ഇവിടെങ്ങും പറ്റിയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇവിടെ വന്നിട്ടിരിക്കുന്നു, എന്നെ നോക്കണം, അവന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്തുവാ? മോൻ അറിയാമായിരുന്നോ? നമ്മുടെ കൊച്ചു പയ്യൻ എർമോലെ കാണും, നമ്മുടെ പറഞ്ഞു, അറിയാമായിരുന്നോ? അഡിയോതെറാപ്പി എന്നൊരു സംഗതിയുണ്ട്, മനസ്സിലായില്ലേ? ഇവനെ പോലീസ് പിടിച്ചു. നീ ആണടാന്ന് ചോദിച്ചു. ഇവനാ കട്ട സ്ഥലം പോലുള്ള രംഗങ്ങൾ കൂടി ഇതിനകത്തുണ്ടെന്ന്. അത്തരം സാധനമായിട്ടിരിക്കുന്നത്. ലോകത്തെവിടെ പോയാലും പിടിക്കുന്ന കള്ളനും പ്രവർത്തിച്ചു കൂടാത്ത കാലം, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഈ ലോക്കൽ കടയിൽ നിന്ന് മേടിക്കാൻ മനുഷ്യൻ പോവോ? കണ്ടോ, കൺട്രോൾ എല്ലാം ഒരിടത്ത് വരുന്നുണ്ടോ? ബിസിനസ് എല്ലാം ഒരിടത്ത് വരുന്നുണ്ടോ? ഈ വ്യവസ്ഥ എങ്ങനെയൊക്കെ നാടിനെ മാറ്റിമറിക്കും, ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ വീണ്ടെടുപ്പെടുത്തു. അപ്പം നമുക്ക് ഒരു ചെറിയ ഉപകാരം എല്ലാവരും ചെയ്യണം. 2 പേര് വായിക്കാൻ റെഡിയായിട്ട്, 2 പേര് വേണം വായിക്കാൻ. ഒരാൾ 8-ാം അധ്യായം എടുത്ത് വെക്കണം, 8-9 അധ്യായം. ആ ആൾ പിന്നെ അങ്ങോട്ടും പോകരുത്. ഒരാൾ 16-ാം അധ്യായം എടുത്ത് വെക്കണം. റെഡിയല്ലേ? അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒരാൾ വായിച്ചു, 16-ൻ്റെ 1, അതിന് ശേഷം വേറൊരാൾ വായിക്കണം. പിന്നെ കണ്ടു. പിന്നെ അപ്പോൾ ഇത്രയും മനസ്സിലായിക്ക്. 7-ാം മുദ്ര ഭേദിച്ചപ്പോൾ 7 കാഹളം കിട്ടി. 7-ാം മുദ്രയുടെ റിസൾട്ട് 7 trumpets. ശരിയല്ലേ? അവർ കാഹളം ഊതാൻ പോവാണ്. നമുക്ക് 1-ാം കാഹളം പോലും വായിച്ചാൽ മതി. താഴോട്ട് പോക്കട്ടെ. അല്ല, നമുക്ക് ആ കാഹളം മതി. 1-ാമത്തവൻ തൻ്റെ കാഹളം ഊതി. ബാക്കി എത്ര? വേണ്ട, ഇനി 1-ാം കലശം ഒന്ന് വായിച്ചട്ടെ. 16-ൻ്റെ 1 വായിക്കുന്നവരാ? അത് വേറൊരാൾ വായിച്ചു, അത് വേണം. അതിനാ നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളയും എന്ന് ഒരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. 1-ാമത്തവൻ കലശം ഒഴിച്ചത് ഭൂമിയിൽ. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക്
മതി. അപ്പോൾ ഒന്നാമത്തെ കാഹളം പ്രശ്നമുണ്ടാക്കിയത് ഭൂമിയിൽ, ഒന്നാമത്തെ കലശം പ്രശ്നമുണ്ടാക്കുന്നത് ഭൂമിയിൽ. ഇനി രണ്ടാം കാഹളം ഒരാൾ വായിക്കണം, രണ്ടാം കലശം അതുപോലെ വായിക്കണം, മാറ്റരുത്. ആ ആ ആ ആ രണ്ടാം കലശം രണ്ടും കടലിൽ. ശരിയാണോ? ആ ഇനി മൂന്നാം കലശവും വായിച്ചേ. ആ ആ അപ്പൊ കാഞ്ഞിര നക്ഷത്രത്തിന്റെ പതനം സംഭവിക്കുന്നത് നദികളിലും നീരുറവകളിലും വീണു. ഇനിയും കലശം 3. ആ മതി. നാലാം കാഹളവും നാലാം കലശവും. ആ ആ അപ്പൊ ഇപ്പൊ എപ്പോഴാ നാലാമത്തെ ഊതുമ്പോ ഒന്നുകൂടെ വായിച്ചേ. ആ ആ 3-1 മറ്റേ കണക്കനുസരിച്ചാണ് ചന്ദ്രൻ അവിടെ, സൂര്യൻ അവിടെ തീർന്നാ അല്ലേ? പിടികിട്ടിയോ? ഇതിപ്പോൾ 3-1 തീർന്നുള്ളൂ, ബാക്കിയാ തീരാൻ പോകുന്നത്. മൊത്തം തിരിച്ച് ചിന്തിക്കണം, എന്നെ ഫിറ്റ് ചെയ്യണ്ടേ? ആ ഇനി കലശം വായിച്ച്, നാലാം കലശം. ആ ആ മതി. അപ്പം നമ്മൾ അവിടെയും കണ്ടത് കലശത്തിൻ്റെ പ്രശ്നം എന്താണ്? സൂര്യനില്ല. ആ ഇനി അഞ്ചാം കാഹളം, അഞ്ചാം കലശം. ആ ആ പിന്നെ കണ്ടോ, അവിടെ കണ്ടോ നക്ഷത്രമുള്ളത്? അവൻ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു എന്ന്, വീണ് കിടന്നവന്. ആ നക്ഷത്രം എന്നിവിടെ പറഞ്ഞ അക്ഷരാർത്ഥമല്ല, ഒരു ദൂതനാണ്. അവൻ അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. ആ ആ ആ ആ ആ ഇത് പെട്രോൾ പമ്പാന്നൊക്കെ ആരണ്ട് പറയുന്നത് കേട്ടു. പെട്രോൾ പമ്പല്ല, അറബി നാട്ടിലെ റിഫൈനറിയാന്നൊക്കെ. പോട്ടെ. അപ്പം ഇനി അഞ്ചാം കലശം കൂടെ വായിച്ച്. അത് ഇരുണ്ടുപോയി. അപ്പം ഇവിടെ ഇരുട്ട്, ഇത് ഇരുണ്ടുപോയി. അഗാധ കൂപം തുറന്നപ്പോൾ ഇരുട്ട് വ്യാപിച്ചു. കലശമൊഴിച്ചപ്പോൾ ആധിപത്യത്തിൽ, മൃഗത്തിൻ്റെ ആധിപത്യത്തിലാണ് ചെയ്യുന്നത്. ആ രാജ്യം ഇരുണ്ടുപോയി. രണ്ടും സെയിം. ഇനി 6 വായിച്ച. 6 ഏറ്റവും രസവഹം. വായിച്ചു. യൂഫ്രട്ടീസ് വായിച്ചു. ആ ആ ആ ആ യൂഫ്രട്ടീസ് എന്ന മഹാനദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. അതാണ് 6ആം കാഹളം കൊണ്ടുണ്ടായത്. ഇന്ന ആണ്ട് ഇന്ന മാസം. വായിച്ച്. ആ ഓ അവിടെ നിൽക്കട്ടെ. ഇനി 6ആമത്തെ കലശം. ആ കണ്ടോ, പഠനം എളുപ്പമായത് കണ്ടോ. അപ്പം കാഹളം ഒരു കാര്യം ഒന്ന് തുടങ്ങി വെക്കുന്നു, കലശം അത് ഇരട്ടിയാക്കുന്നു. സെയിമാന്ന് മനസ്സിലായോ? അത് രണ്ടും ഫിറ്റ് ചെയ്യും. സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് തത്വത്തിൽ ഇതെടുത്ത് നേരെ അപ്പുറത്ത് വെക്കരുത്. ഇവിടെയാണ് അതിൻ്റെ ഫിറ്റാകുന്ന സ്ഥലം. വ്യക്തത വന്നോ? ഇനി എന്ത് വീട്ടിലിരുന്ന് തന്നെ വായിച്ചാൽ പോലും എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ പഠനം എളുപ്പമാകുക ചെയ്ത കാരണം 8-9 അധ്യായങ്ങളിൽ പറയുന്ന ആ കാര്യം ഒന്നിൻ്റെ തുടക്കവും 16-ാം അധ്യായത്തിലെ കലശങ്ങൾ അതിൻ്റെ പൂർണ്ണതയുമാണ്, പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ആ താളം കണ്ടോ വിഷൻ്റെ എത്ര കൃത്യമാണെന്നോർത്ത്, എത്ര കറക്റ്റായിട്ടാണ് അത് എഴുതുന്നല്ലേ. അപ്പോൾ ഇനി ഇതിനിടയ്ക്ക് വേറെ ചില സംഭവങ്ങൾ കൂടെ ഉണ്ട്. ഈ ഗ്യാപ്പിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതിലേക്കാണ് ഇനി പോകുന്നത്.
ഏഴാമത്തെ കലശം അവിടെ നിന്നോട്ടെ. ഏഴാം കാഹളം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഏഴാം കാഹളത്തെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ ഒരു വചനം പറയുന്നുണ്ട്. വായിച്ച് 10:1. ആ ആ അവൻ മേഘം ഉടുത്തും ആ തലയിൽ ആകാശവില്ല് ധരിച്ചും ആ മുഖം സൂര്യനെ പോലെയും ആ കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ആ അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. ആ അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ആ ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. ആ സിംഹം അലറും പോലെ ആ അത്യുച്ചത്തിൽ ആർത്തു. ആ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. ആ 7 ഇടിനാദം മുഴക്കിയപ്പോൾ ആ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. ആ എന്നാൽ 7 ഇടി മുഴക്കിയത് ആ എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് ആ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ സമുദ്രത്തിന്മേലും ഭൂമിമേലും ആ നിൽക്കുന്നവനായി ഞാൻ കണ്ടത് ആ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ആ ഇനി കാലം ഉണ്ടാകയില്ല. ആ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ആ ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ ആ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്യും. മതി. ഒരു കാര്യം കേട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഈ 10-ാം അധ്യായം ഏതെങ്കിലും വ്യാഖ്യാതാക്കളോ വ്യാഖ്യാനകൃതികളോ വിശദീകരിച്ച് കേട്ടിട്ടുണ്ടോ? ഞാനൊരു പുസ്തകത്തിലും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വലിയ ഗൗരവമുണ്ട്. ഇത്രയും ശബ്ദമയാനമായൊരു അധ്യായം ബൈബിളിലില്ല. ഇതിനു മുമ്പ് ഇതുപോലെ ശബ്ദം കേട്ടത് ആക്ട്സ് ചാപ്റ്റർ 2-ലാണ് അല്ലേ? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം ഉണ്ടായി. ഒക്കെ നമ്മൾ 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അത് ഇന്നലെയാണ് പറഞ്ഞത്. ഇന്നലെ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അല്ലേ? ആ, ഇതിന് ശേഷം ശാന്തമായിരിക്കുകയായിരുന്നു. ഇവിടെ ഇതിലും വലിയൊരു ശബ്ദം 10-ാം അധ്യായത്തിൽ കാണുന്നു. എന്താ കണ്ടേ? ശക്തനായ ഒരു ദൂതൻ, എ മൈറ്റി ഏഞ്ചൽ, ഒരു കാൽ സമുദ്രത്തിലും ഒരു കാൽ കരയിലും വച്ചു. സിംഹം അലറുന്നത് പോലെ അത്യുച്ചനാദത്തിൽ അലറി. അപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. ഞാൻ എഴുതാൻ ഭാവിച്ചപ്പോൾ അവൻ എന്നോട്, എഴുതണ്ട, അത് വിട്ടേക്ക്. എഴുതിച്ചാൽ ഇടി മുഴക്കിയെന്ന് എഴുതിയതിന് കുഴപ്പമില്ല, അതാണല്ലോ എഴുതിയേക്കുന്നത്. അതിൻ്റെ മർമ്മം ഇപ്പോൾ എഴുതണ്ട, അത് എഴുതാതെ വിട്ടേക്കുക. നമുക്കറിയാത്തൊരു സംഭവം അവിടെ കിടപ്പുണ്ടെന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ? ആ, അതവിടെ മാറ്റിവെച്ചു. അടുത്തത് അയാൾ എന്തോ ചെയ്തേ? അവൻ്റെ കയ്യിൽ അവൻ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, കാൽ തീത്തൂണ് പോലെ പ്രകാശിച്ചു എന്നൊക്കെ അല്ലേ ആ രൂപം. ഈ ദൂതനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തോ ചിലക്ക് ഇത് യേശു കർത്താവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാണണ്ട. ഈ ദൂതനാന്ന് പറഞ്ഞാൽ പിന്നെ ദൂതനാന്നും കണ്ടാൽ മതി. യേശു എന്ന് പറയാനാണോ വരുന്നവർക്ക്? യേശുവിനെ കണ്ടിട്ട് യേശുവാന്ന് വിളിക്കാൻ ഇപ്പുറത്ത് കറക്റ്റ് പറയുന്നുണ്ടല്ലോ അല്ലേ? വേറെ രൂപത്തിലൊക്കെ കാണുന്നുണ്ട്. ദൂതൻ. ഇതിനോട് യോജിക്കുന്ന വേറെ ഏതെങ്കിലും വാക്യങ്ങൾ ബൈബിളിലുണ്ടോ? എന്തൊക്കെ കണ്ടു? ശക്തനായൊരു ദൂതൻ അത്യുച്ചനാദത്തിൽ അലറുന്നു. അവൻ്റെ പ്രഖ്യാപനം, ഇനി കാലമധികമുണ്ടാകയില്ല. അവൻ വിളംബരം അറിയിക്കുകയാണ്. 7-ാമത്തെ ദൂതൻ തൻ്റെ കാഹളമൂതുന്ന കാലത്ത് അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിച്ചതുപോലെ അവിടുത്തെ മർമ്മം നിവൃത്തിയാകും എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ ചൊല്ലി ഞാൻ ആണയിടുന്നു. നിസ്സാര കാര്യമാണ് ഇങ്ങനെ പറയണോ? ഏതാണ്ടൊരു ഭയങ്കര സംഭവം 10-ാം അധ്യായം. ചെറിയൊരു അധ്യായമാണ്. അത് മൊത്തം നമ്മൾ വായിക്കുകയും ചെയ്തല്ലേ? അങ്ങനല്ലേ? ആ, ഈ വായിച്ച ആൾ പോലും മിണ്ടാതിരിക്കുക. അല്ല, ഞാൻ ഈ സഹോദരിമാരെയൊക്കെ സമ്മതിച്ചേക്കുക. നിങ്ങളുടെ ആ പക്വത എന്നെ അമ്പരപ്പിക്കുന്നു. ഇത്രയും ശാന്തരായ സഹോദരിമാരെ ഞാൻ ജീവിതത്തിലാദ്യം കാണുക. വീട്ടിലും ഇങ്ങനെ ആയിരിക്കണം, അതെനിക്ക് പറയാനുള്ളൂ. ഇവിടെ കാണിച്ച പക്വത ഞാൻ ജീവിതത്തിലാദ്യം ബ്ലസൻ പാസ്റ്റർ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇത്രയും നാളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, ഇത്രയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ചിരിക്കുന്നത് ഞാനിപ്പോഴാണ് കണ്ടത്. പോട്ടെ, ഏതായാലും നമ്മൾ കണ്ടു. ആകാശഭൂമികളെ ചൊല്ലി സത്യം ചെയ്യുകയാണ്. ഇതൊരു വലിയ സംഭവമല്ലേ ദേവാസനെ? ക്ഷമിക്കണം, ഞാൻ ഇതിനോട് കണക്ട് ചെയ്യിക്കുന്നൊരു വാക്യം തരാം.
വളരെ പരിചയമുള്ള. 1 Thessalonians 4:16 വായിച്ചിട്ട്. 1 Thessalonians 4:16 ചേരുവോന്ന് നോക്കിയിട്ട് നിങ്ങൾ അംഗീകരിച്ചാൽ മതി. പരിചയമുള്ളതാ, വായിച്ചോ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും കർത്താവ് താൻ ഗംഭീരനാദം. പ്രധാന ദൂതൻ, ഇവിടെ ശക്തനായ ഒരു ദൂതൻ അവിടെ കിടക്കുന്നു, പ്രധാന ദൂതൻ. പിന്നെ ദൈവത്തിന്റെ കാഹളത്തോടും 7ാമത്തെ ദൂതൻ തൻ്റെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ഇവിടെ കിടക്കുന്നു ദൈവത്തിൻ്റെ കാഹളം. പിന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ ക്രിസ്തുവിൽ മരിച്ചവർ ആ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആ അവരോട് ഒരുമിച്ച് ആ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ ആ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളും. ഇനി നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. ഇവിടെ ഒരു വസ്തുത കൂടി പുള്ളി പറയുന്നുണ്ട്. എന്താ അത്? ഈ കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാനദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ഈ അധ്യായത്തിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ട് പറയുക, അന്നൊരു മർമ്മം നിവൃത്തിയാവും. ഈ മർമ്മത്തെക്കുറിച്ച് പറയുന്ന തത്തുല്യമായ വേറൊരു വചനം നമ്മളുടെ 1 Corinthians chapter 15. അത് കംപ്ലീറ്റ് വായിക്കേണ്ടത്. എവിടെ മൂല വായിക്കേണ്ടതെന്നറിയോ? നമുക്ക് വായിക്കാനായിരുന്നെങ്കിൽ നമുക്ക് ഒരു 12 മൂല വായിക്കേണ്ടതാണ്. നമ്മളിത് വായിച്ച് കേൾക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴാണ് വായിക്കുന്നത്? മരണത്തിന്. ആ കൂടെ താഴോട്ട് വായിക്കുമ്പോൾ പറയാണ്, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാ. ശരിയാണോ? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഞാനൊരു മർമ്മം പറയാം, ഒരു രഹസ്യം. ഇനി പ്രപഞ്ചം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയണ്ടേ? പൂർത്തിയാകാനുള്ളൊരു മർമ്മം എന്താണെന്നറിയണ്ടേ? ചർച്ച് ഇപ്പോൾ അപൂർണമാണ്. എന്താ കാര്യം? എല്ലാ മെമ്പേഴ്സും ഇതിനകത്ത് വന്നിട്ടില്ലെന്ന്. വാഹനം പോകാത്തതിൻ്റെ കാര്യം അതാണ്. മെമ്പേഴ്സെല്ലാം ഇനി കയറിയില്ല. ശരി, നിനക്കുന്ന പോലെ കർത്താവിൻ്റെ വരവ് താമസമെന്നല്ല, ചിലർ കൂടി മാനസാന്തരപ്പെടട്ടെ എന്ന് കരുതി ദീർഘക്ഷമ കാണിച്ച് ഈ വാഹനം കിടക്കുക. ഒരു ദിവസം ഇത് പൂർത്തീകരിക്കും. മർമ്മം നിവൃത്തിയാകും. ഓക്കെ. സോ എൻ്റെ പഠനമനുസരിച്ച് 1/4 റാപ്ചർ. 7th ട്രംപറ്റിലാണ്. ഓക്കെ, 7ാം കാഹളത്തിൽ. അപ്പോൾ നമുക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ഇതെല്ലാം ട്രിബുലേഷൻ അല്ലേ? നോ. ആക്ച്വലി ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ക്രോധമാണ്. ദൈവത്തിൻ്റെ ക്രോധത്തിൽ ചർച്ച് പോവില്ല. ദൈവത്തിൻ്റെ ക്രോധത്തിൽ തന്നെ നമ്മളെ വിടുന്നത്. നമ്മോട് ദൈവത്തിൻ്റെ ക്രോധം വല്ലതും ഉണ്ടോ? ഇല്ല. ദൈവക്രോധം ചർച്ചിനെ ബാധിക്കില്ല. സോ ഗ്രേറ്റ് ട്രിബുലേഷൻ നമുക്ക് ബാധകമല്ല. ട്രിബുലേഷൻ ബാധകമാണ്. പീഡകൾ ചർച്ചിന് ബാധകമാണ്. അത് ഇന്ന് തുടങ്ങിയതുമല്ലെന്ന്. 1st century തൊട്ട് തുടങ്ങിയാണത്. 1ാം നൂറ്റാണ്ട് മുതൽ ആരംഭം കുറിച്ചതാണത്. ഇന്നും തീർന്നിട്ടില്ല. അതിന്ന് കൂടി വരിക. അന്നത്തെ രീതി മാറി, ശൈലി മാറി. പിശാച് അവൻ്റെ തന്ത്രം മാറ്റി, ശൈലികളെല്ലാം മാറ്റി. മനസ്സിലായോ? പഴയ രൂപത്തിലും ഭാവത്തിലുമല്ല, കാലോചിതമായി ഈവിൾ സ്പിരിറ്റ് അതിൻ്റെ തന്ത്രങ്ങൾ മാറ്റി, സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറ്റി. അവ കടന്നു പോകുന്നത് ചില ആളുകൾ ഇതിനെ ഒന്നിച്ചു പറയുന്നതാണ് ഇതിലെ വിഷയം. ചുരുക്കത്തിൽ ഹിസ്റ്റോറിക്കലി പല സംഗതികൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതെല്ലാം കൂടെ അവസാനം കൊണ്ട് തീർക്കാനാണെങ്കിൽ ഭൂമിയിൽ സ്പേസ് ഇല്ലെന്ന്. വ്യക്തത വന്നോ? ഇനി 4:1 റാപ്ചർ എന്ന് ചിന്തിക്കുന്നിടത്തൊരു പ്രശ്നമുണ്ട്. ഈ റാപ്ചർ വലിയ സംഭവം, ഈ കാലം കാത്തിരിക്കുന്ന വലിയ സംഭവമാണ്. അത് ഒരു വ്യക്തത ഇല്ലാതെ പറയില്ല. കാരണം എന്താ പറയണ്ടേ? അവിടെ പറയുന്ന ആളുകൾ ആകെപ്പാടെ പറയുന്നത് ഇവിടെ കയറി വരിക. എപ്പോഴും ഓർത്തണം, ഇവിടെ കയറി വരിക എന്നുള്ള വാക്യം പൂർണ്ണമല്ല. സെമിക്കോളൻ അല്ലേ? സെമിക്കോളനാണോ? സോറി, ഒരു കോമ ഇവിടെ ഉണ്ട് അല്ലേ? ഒരു കോമ ഇട്ടിട്ട് പറയുക. എന്താ പർപ്പസ്? മേലാൽ സംഭവിപ്പാളെ കാണിച്ചു തരാം. മനസ്സിലായോ? എന്തിനാ ഇടയ്ക്ക് വെച്ച് വാക്യം മുറിക്കുന്നത്? ആ വാക്യം കംപ്ലീറ്റ് പറയണ്ടേ? ഒരു ആപ്ലിക്കേഷൻ,
ഒരു കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ ആ വാക്യത്തെ അതിൻ്റെ ഘടന എടുക്കണം. അല്ലേ പറ, ഏത് ചോദ്യം ചോദിക്കുക, ഇത് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഈ ഒഫീഷ്യലി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കാം, കുഴപ്പമില്ല. ഇവിടെ കൊണ്ടൊരു കോമ ഇട്ടിട്ട് ആ വാക്യത്തെ എടുക്കാൻ ആണ് പറയുന്ന കാര്യം. ജോൺ ദ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ചർച്ചിൻ്റെ ആളാണ്. ഇപ്പോൾ ജോൺ ഇവിടെ വരാൻ പറഞ്ഞാൽ അത് ചർച്ചുണ്ട്, ഓക്കെ. ഇതേ യോഹന്നാനെ പിന്നെ കൊണ്ടുവന്നുണ്ട്. അവൻ എന്നെ ഉയർന്നൊരു വന്മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കണ്ടില്ലേ, ഇതെല്ലാം ചർച്ചാവുമോ? ഇത് ചർച്ചാവുകയാണെങ്കിൽ അതെന്തുകൊണ്ടാകില്ല? അപ്പോൾ എന്തിൻ്റെ പർപ്പസ് എന്താ? ഈ വിഷം കാണിക്കാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വ്യക്തത വന്നോ? വിഷനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ പേഴ്സണലായിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെയും കാണുന്നു, അതുകൊണ്ടായി പറഞ്ഞേ, മാറി മാറി നിന്നായി കാണുന്നത്. ആത്മവിവശതയിൽ അവൻ എന്നെ ഉയർന്നൊരു വന്മലയിലേക്ക് കൊണ്ടുപോയി. ഭർത്താവിനായി അലങ്കരിച്ച കന്യകയെപ്പോലെ സ്വർഗീയ യെരൂശലേം എന്ന മഹാനഗരം ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കണ്ടു. ഇതെല്ലാം പിന്നീടാണ്. ഇനി അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നടക്കേണ്ട ചില ക്രോധങ്ങൾ, ചില ട്രിബുലേഷൻസ് ഉണ്ട്. നോട്ട് ഗ്രേറ്റ് ട്രിബുലേഷൻ, രണ്ടും മാറ്റിയേ ചിന്തിക്കാവൂ. ഇത് ഈ വിധത്തിൽ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഞാൻ 2 രൂപത്തിൽ ഇത് പഠിച്ചിട്ട് ഞാൻ ചെന്നെത്തിയ നിഗമനം സിമ്പിളാണെന്ന് എനിക്ക് തോന്നി. അതാണ് വസ്തുത. അതിനകത്തൊരു കോംപ്ലിക്കേഷൻ വരുന്നില്ല. എന്നാൽ ഇത് പറഞ്ഞു വരുമ്പോൾ ആൾക്കാർ പറയും, അനിൽക്കുടത്തോട്ടം പറഞ്ഞു സവർ ട്രിബുലേഷനിൽ കൂടെ കിടക്കും. നോ, ദൈവത്തിൻ്റെ ക്രോധത്തിൽ ചർച്ച പോവില്ല. പക്ഷെ പൊളിറ്റിക്കൽ റാത്ത് ചർച്ചിന് ബാധകമാണ്. രാഷ്ട്രതന്ത്രജ്ഞതയുടെ ആ പോരാട്ടങ്ങളിലൂടെ ചർച്ച കിടക്കും. ഞാൻ അതെന്തൊക്കെയാണെന്ന് പിന്നെ പറയാം. ഇനി നമുക്കൊരു ക്ലൂ ദൈവം അവിടെ ഇട്ടിട്ടുണ്ട്. 16:14 ഒന്ന് വെച്ച് 15 വെളിപ്പാട് 16. പിന്നെ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച എന്തോ? ഇങ്ങനെ മൂടിക്കെട്ടി പോത്ത് അതല്ല ഉദ്ദേശിക്കുന്നില്ലേ? കള്ളനെ പോലെ വരും. എന്നിട്ട് അവർ ക്ലൂ ഇട്ടിട്ടുണ്ടോ നോക്കി വായിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പോലെ പറയാം, ഞാൻ വരും, സൂക്ഷിച്ചോണം. സോ പ്യുവർ റാപ്ചർ എന്ന് പറയുന്നത് 16:15 സൂചന തന്നിട്ട് ഇവിടെ നിന്ന് റാപ്ചർ ഉണ്ടാകുകയാണ്. 10-ാം അധ്യായത്തിൽ 7-ാം കാഹളത്തിൻ്റെ ധ്വനി കൊണ്ടെടുക്കും. വീണ്ടും പറയുകയാണ്, അന്ത്യകാഹളം കേൾക്കുമ്പോഴാണ് ചർച്ച എടുക്കപ്പെടുന്നത്. അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ കുറേ കാഹളം അതിൻ്റെ മുമ്പ് വേണ്ടേ? വേണോ? ഇതൊക്കെ വേറെ കണക്കൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ എന്തുവാ? വേറെ കാഹളമില്ല, അങ്ങനെ അന്ത്യകാഹളം ഉണ്ടാക്കുന്നു. ഒരു കാഹളം പിടിച്ചിട്ട് അന്ത്യകാഹളം എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായോ? അപ്പോൾ അന്ത്യകാഹളം നാദത്തിങ്കലാണ് നമ്മൾ ഉയർക്കുന്നത്. അതിനുമുമ്പ് കാഹളമുണ്ട്. ഈ കാഹളം എന്ന് കേട്ടാൽ ഒരുത്തനിങ്ങനെ ഈ ക്ലാർനെറ്റും പിടിച്ചിങ്ങനെ നിൽക്കുന്നതിന് അർത്ഥമില്ല, രൂപകാർത്ഥമാണ്. അപ്പോൾ ഒരു കാര്യം, ഈ വരവ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ചർച്ചിനെ ചേർക്കാനാണ്. അതിനു മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് അനുബന്ധമായി ചില കാര്യങ്ങൾ കൂടി പഠിക്കണം. ഇതിനോട് ബന്ധപ്പെട്ട് നടക്കേണ്ട ദൈവരോധം തുടങ്ങാൻ പോവാണ്. ആ ക്രോധത്തിൻ്റെ അനുബന്ധമായി നടക്കേണ്ട ചില കാര്യമുണ്ട്. കാരണം ക്രോധത്തിൽ കൂടെ ചർച്ച പോകുന്നില്ല. ചർച്ചിന് ക്രോധത്തിൻ്റെ ആവശ്യമില്ല. ചെല്ലി പറയുന്നത് ഈ ദൈവത്തിൻ്റെ കോപം യഹൂദന് നേരെയാണെന്നാണ്. അങ്ങനെ വാക്യം യഹൂദന് നേരെ ആണെങ്കിൽ എന്തിനാണ് യഹൂദന് നേരെ ദൈവം കോപിക്കുന്നത്? അങ്ങനെ വല്ല കാരണമുണ്ടോ? യഹൂദനോട് കോപിക്കാൻ ദൈവത്തിന് ഇപ്പോൾ കാരണം വല്ലതും ഉണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഈ കർത്താവിനെ കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവോ വല്ലതും ആണോ? ഇപ്പോഴിരിക്കുന്ന ആൾക്കാർ വല്ലതും ആണോ? അയാൾക്ക് ഇതോട്ട് വല്ലതും എന്തുണ്ടോ? എത്ര തലമുറ കഴിഞ്ഞു എന്ന് ഓർത്തോണം. മനസ്സിലായോ? പിടികിട്ടിയോ? കാലം ഇത്രയും കഴിഞ്ഞു. അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു കാര്യം ചെയ്താൽ മതി, അത് ആ പാലസ്തീനിൽ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു.
ആ 120 മൈലിൻ്റെ ചുറ്റുപാടി കൊണ്ടൊരു അടിയും കൊടുത്തിട്ട് വരണ്ടതിന് പരയും മുഴുലോകത്തെ ഇതിനകത്തിട്ട് പെടുത്തണം, അവൻ ഏതാണ്ട് ചെന്നും പറഞ്ഞു. മനസ്സിലായില്ല? പിടിയിട്ട് ഇതിനകത്ത് വ്യാഖ്യാതാക്കൾ ഓരോന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കാണുന്ന എഡ്ജിൽ നിൽക്കുന്ന കാര്യങ്ങൾ കാണത്തില്ല. ഓക്കെ, 2000 കൊല്ലം മുമ്പ് ജൂതൻ ഇത് പറഞ്ഞാണ് ഈ ഹിറ്റ്ലർ ഒത്തിരി യഹൂദന്മാരെ കൊന്നത്. യഹൂദന്മാരുടെ ഇടയിലേക്ക്, ക്രൈസ്തവരുടെ ഇടയിലേക്ക് യഹൂദനെതിരെ ഇത്ര സ്പിരിറ്റങ്ങ് വെച്ച് കൊടുത്തു. നമ്മുടെ കർത്താവിനെ കൊന്നതാ, അതുകൊണ്ട് ഇവന് പച്ച വെള്ളം കൊടുത്തേക്കരുതെന്ന്. മനസ്സിലായില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. അവരോട് ദൈവത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല, എന്നോട് നിങ്ങളോടും ഉള്ള പോലെ. ഇന്നിപ്പോൾ അവനല്ല പരിഗണന സഭയ്ക്ക, അതിനോടുള്ള എതിർപ്പും ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച്. ആ തലമുറയിൽ അവിശ്വാസം, ആ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കേണ്ടതിന് അപ്പൻ അച്ചമുന്തിരിങ്ങ ഭക്ഷിച്ചാൽ മക്കളുടെ പല്ല് പൊളിക്കുമോ എന്ന് ചോദിച്ച കർത്താവ് നമ്മുടെ. അവർക്ക് ആവശ്യത്തിന് ശിക്ഷയെ കിട്ടി ചരിത്രത്തിൽ. പിന്നെയും പുറകെ നടന്ന് ശിക്ഷിക്കുമോ? ഇല്ല. യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. പ്രവചനപരമായിട്ടൊക്കെ അവന് കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ജൂവിഷ് സെൻറ്റേഡായ സുവിശേഷമല്ല പറയേണ്ടത്, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിരിക്കണം. അത് ജൂവിഷ് സെൻറ്റേഡായ പ്രവചനങ്ങളെ പഠിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ക്രിസ്തുവിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പഴയ നിയമം കാണേണ്ടത്. സ്തോത്രം. അപ്പം ഇനി വേറെ ചില സംഗതികളാണ് പരിശോധിക്കാൻ പോകുന്നത്. അടുത്തത് എന്തൊക്കെയാണ് പ്രപഞ്ചത്തിന് സംഭവിക്കുന്നത് പറയാം. 17 അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. 13 എടുത്തു വെച്ചേക്കണേ, ചില ആവശ്യമുണ്ട്. 13 തന്നെ ആദ്യം എടുത്തു, വെളിപ്പാട് 13. ആ അല്ല, 13:1 മുതലെന്ന് വെച്ചു. 13:1. ആ ആ ഞാൻ കണ്ട മൃഗം അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിന്റെ വായ പോലെയും ആയിരുന്നു. അതിൽ മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. അതിന്റെ രൂപം പറഞ്ഞേ, മൃഗത്തിന്റെ. വായിച്ചു അത് തന്നെ, കറക്റ്റാ. കാര്യമാണ്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. ഒച്ചയ്ക്കങ്ങ് വായിച്ചു, ഒത്തിരി ശബ്ദം എടുത്തു, ഒരു ദോഷവും വരത്തില്ല. സിംഹത്തിന്റെ വായ പോലെയും. സിംഹത്തെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത വേണ്ടേ. വായിച്ചു. അതിന് മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. ഇനി ഒരു കാര്യം, ഇവിടെ ഈ ഒരു മൃഗത്തെ നമ്മൾ കാണാം. ഈ മൃഗത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഈ മൃഗത്തോട് തുല്യമായ ചില മൃഗങ്ങളെ ഞാൻ ബൈബിളിൽ കാണിക്കാം. ദാനിയേൽ 7:1 മുതൽ വായിച്ചാട്ടെ. 7:1 മുതൽ പെട്ടെന്ന് വാക്യം എടുത്താൽ. ആ ആ ആ ആ പിന്നെ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ കടലിൽ നിന്ന് കയറുന്നത് കണ്ടു. ഒന്നാം മൃഗത്തെ തൽക്കാലം നമുക്ക് വേണം, അവിടെ നിൽക്കട്ടെ. ഇത്രയും മനസ്സിലായോ? ആൾ സിംഹമായിരുന്നു, കഴുകൻ്റെ ചിറകുണ്ടായിരുന്നു. 2-ാം മൃഗം വായിച്ചു. 2-ാം മൃഗം ഇതിൻ്റെ ബാക്കിയല്ല, താഴെ കിടപ്പുണ്ട്. 3-ാം വാക്യല്ലേ? 5-ാം വാക്യമാണോ? 2-ാമത് കരടിയോട് സദൃശ്യമായ മൃഗം, അതൊരു പാർശ്വമുയർത്തി 3 അസ്ഥിയും കടിച്ചു പിടിച്ച് വരുന്നു. അങ്ങനല്ലേ? ഇനി അടുത്ത മൃഗം വായിച്ചേ. 3-ാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, ചിറകുള്ള പുള്ളിപ്പുലിയാണ് 3. 4-ാമത്തെ മൃഗം എന്താ? രാത്രി ദർശനത്തിൽ
ആ 4 മൃഗങ്ങൾ. മൃഗത്തിൻ്റെ രൂപം മറക്കരുത്. നമുക്ക് ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ വെളിപ്പാട് തൽക്കാലം അവിടെ കിടക്കട്ടെ. സിംഹം, പുള്ളിപ്പുലി, കരടി, പുള്ളിപ്പുലി, ലാശത്തെ മൃഗത്തിന് പേരില്ല. ഘോരവും ഭയങ്കരവുമായ മൃഗം. അങ്ങനെയല്ലേ? ആ, അതിബലമുള്ള മൃഗം. ഇത് ഓർക്കാൻ, ലാശത്തെ മൃഗത്തെ ഓർക്കാൻ നിങ്ങൾക്ക് ഞാനൊരു സഹായം ചെയ്യാം. ഇരുമ്പുകല്ലൊന്നുമല്ല. നമ്മുടെ ബഹുമാനപ്പെട്ട AK ആന്റണി സാറിനെ ഓർത്താൽ മതി. അദ്ദേഹം പറയാറുണ്ട് എപ്പോഴും, ക്രൂരവും പൈശാചികവുമായ ഒരു സംഭവമായിപ്പോയി ആ സംഭവിച്ചത്. അത് ഓർത്താൽ മതി. ഈ മൃഗം ഘോരവും ഭയങ്കരവുമാണ്. ക്രൂരവും പൈശാചികവും ചെറിയ വേഷം മാറ്റുക. എങ്ങനെ ആക്കണം? ഘോരവും ഭയങ്കരവും. അല്ല, കാര്യങ്ങൾ ഓർക്കാനാണ് ഇതൊക്കെ. അല്ല പിന്നെ ഇവരെ കൊണ്ട് വേറെന്തോ ഗുണം? ഈ കാര്യം നമുക്ക് പഠിക്കണം. അതിനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ല, അവരോട് പിണക്കൊണ്ടായിട്ടല്ല ഇത്. കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഇപ്പം അറിഞ്ഞില്ലേ? 4ാമത്തെ മൃഗം എന്താണെന്ന് മനസ്സിലായില്ലേ? ഘോരവും ഭയങ്കരവും, ക്രൂരവും പൈശാചികവും. അപ്പോൾ നമുക്ക് 1-ാം മൃഗം സിംഹം, 2-ാം മൃഗം വെറുതെ അല്ല, ഒരു പാർശ്വമുറുത്ത് നിൽക്കുന്ന കരടി. മനസ്സിലായോ? ഞാനിത് ഒരിടത്ത് പറഞ്ഞപ്പോൾ ഓരോ കേട്ടുകൊണ്ട് ഒരു പയ്യൻ പറയുക, മോഹൻലാലിനെ ഓർത്താൽ മതി. അവിടെ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഈ ഘോരവും പൈശാചികവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ ഇരുന്നുകൊണ്ട് പറയാം, ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ട പുള്ളി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഒരു പാർശ്വം ഉയർത്തി നിൽക്കുന്ന ഒരു മൃഗം. ഇതിൻ്റെ കൂടെ നമ്മുടെ ഇതേ കൊണ്ടല്ലോ ഈ ഹമീദിനോടൊരു കാര്യം പറയാം കേൾക്കുന്നെങ്കിൽ. ഇസ്ലാമിലൊരു ശാസ്ത്രമുണ്ട്. ഒരു വെള്ളത്തിൽ ചായക്കകത്തൊരു ഈച്ച വീണാൽ ആ ഈച്ച മൊത്തം അതിനകത്ത് മുക്കി പിഴിയണമെന്നാണ്. അല്ലെങ്കിൽ ഹമീദിനോട് ചോദിക്കുക, ഹമീദ് എന്നോട് പറഞ്ഞിട്ടല്ലെന്ന്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചിറകിൽ വിഷമാണെങ്കിൽ അടുത്ത ചിറകിൽ അതിനുള്ള ഔഷധമാണ്. ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ തരാം, അതൊക്കെ ഇട്ട് തരാം. ഒരു ചിറകിൽ അതിന് വിഷമുണ്ടെങ്കിൽ അടുത്ത ചിറകിൽ അതിനുള്ള ഔഷധം ദൈവം ഇങ്ങനെ കരുതി വെച്ചേക്കുകയാണ് എന്നാണ്. ഏതേലും ഈച്ച പോയിട്ട് ഇങ്ങനെ മുമ്പ് പറഞ്ഞാൽ മോലാല് പോകുന്നല്ല ചരിഞ്ഞാണോ വീഴുന്നത്? വീഴുമ്പോൾ ഈ വിഷമുള്ളിടം തന്നെ ആദ്യം കൂത്തണമെന്ന് നിയമമുണ്ടോ? തിരിഞ്ഞാണുള്ള സ്ഥിതി ആലോചിച്ച്. ഞാൻ ചോദിച്ചതല്ലേ, സംവാദത്തിൽ ചോദിച്ച സുഹൃത്തെ, ബാലുശ്ശേരിയോട് ചോദിച്ചതാണ്. ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി സാഹിബേ, ഈച്ച പറന്നു പോകുന്ന മോഹൻലാൽ വരുന്നവരാണ്. കാരണം എന്താ? സൈഡിങ്ങനെ വെച്ചാണോ വരുന്നത്? അല്ല, അത് മൊത്തം അങ്ങ് വീഴുക. മുങ്ങുമ്പോൾ ഒരു ചിറ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണോ? ചില സ്നാനപ്പെടുമ്പോൾ നിൽക്കുന്ന പോലെ. അറിയാൻ വയ്യാത്തവ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതേ അവസ്ഥയായി പോകും. കാരണം ഇവിടെ ഇങ്ങനെ മുതുവ് പൊങ്ങി നിൽക്കും. അതൊക്കെ പഠിക്കണം അല്ലേ? 2 പേരുടെ മുങ്ങും, അതാ വേറൊരു കുഴപ്പം. ഉടനെ എന്ന് പറഞ്ഞോലെ ഈ കാര്യങ്ങൾ ഓർക്കാനാണ് ഇതൊക്കെ പറഞ്ഞേ. അപ്പോൾ 1-ാം മൃഗം സിംഹം, 2-ാം മൃഗം പാർശ്വം ഉയർത്തി നിൽക്കുന്ന കരടി, 3-ാം മൃഗം ചിറകുള്ള പുള്ളിപ്പുലി, 4 ഘോരവും ഭയങ്കരവും അതിബലവുമുള്ളതായ ഇരുമ്പ് പല്ലുള്ള ഒരു മൃഗം. ഇവിടെ നിൽക്കട്ടെ. ഇതേക്കുറിച്ച് പറയുന്ന പരമ്പരാഗത വ്യാഖ്യാനത്തിൽ ഞാൻ അങ്ങനല്ല കരുതുന്നത്. ഇത് തന്നെ ബാബിലോൺ, മീഡോ പേർഷ്യ, ഗ്രീസ്, റോമാണെന്നാണ് പറയുന്നത്. മറ്റേ അപ്പുറത്ത് കണ്ടേ. പക്ഷെ അത് തെറ്റാണ്. തെറ്റാകാനുള്ള കാരണം 24-ാമത് വാക്യം ഓർത്തേ, വായിച്ചേ. ഇതിൻ്റെ തന്നെ 24:24. 7:24. മതി. ഇത് ഈ രാജ്യത്തിനുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന, മനസ്സിലായോ? എഴുന്നേൽപ്പാനിരിക്കുന്നത്. ഇനിയും തന്നെയുണ്ട്. ഇനിയും പറയുന്നുണ്ട്. ആ 4 മഹാമൃഗങ്ങൾ. 17-ാം വാക്യം കൂടെ വായിച്ചേ. അപ്പോൾ കഴിഞ്ഞതല്ല, ഉണ്ടാകാനിരിക്കുന്നതാണ്. ഇവിടെയും പറഞ്ഞത് 10 കൊമ്പ് ഉണ്ടാകാനിരിക്കുന്നതാണ്. ഇത് ബേൽശസ്ത്രയുടെ വാഴ്ചയുടെ ആണ്ടിലാണ് കണ്ടേ. അപ്പോൾ ഇതല്ലെന്ന്, ഉണ്ടാകാനിരിക്കുന്ന. വചനത്തിലെ വാക്യങ്ങൾ നോക്കണം. അല്ല ക്ലാരൻസ് ലാർക്കിൻ ഇങ്ങനെ എഴുതി വെച്ചു എന്ന് പറയുന്നത് വായിച്ചുകൊണ്ട് പോലെ. ഇതൊക്കെ ലാർക്കിനാണ് ഇതെല്ലാം എഴുതി വെച്ച മിക്കവാറും കാര്യങ്ങൾ വായിച്ചിട്ട് നേരെ നമ്മളും അതങ്ങ് പകർത്തി വെക്കുക. നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ക്ലാരൻസ് ലാർക്കിനൊക്കെ എഴുതിയ സംഗതി അതുപോലെ പരിഭാഷപ്പെടുത്തിയിട്ട് ദൈവം തന്നെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ദൈവം കൊടുത്തതല്ല, ക്ലാരൻസ് ലാർക്കിൻ കൊടുത്താണ്. അതിൽ ലാർക്കിൻ വളരെ രസാവഹമായൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്ന് 3 തവളകൾ പുറപ്പെട്ടു. ആരാന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്? അന്യഭാഷ പറയുന്ന പെന്തിക്കോസുകാരാണ്. ഇതും കൊണ്ടാണ് നമ്മുടെ പല കക്ഷികളും അതിലേ നടക്കുന്ന ഓർത്തോണം. മനസ്സിലായോ? ഞാനിതുകൊണ്ട് അതിനൊക്കെ കാര്യം പഠിക്കണം. ഏതാത്മാവിൽ അങ്ങനെ എഴുതാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചേ. പരിശുദ്ധമായി സഭയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ആരാധനയിൽ തന്നെത്താൻ ആത്മീയ വർധന വരുത്താൻ ദൈവത്താൽ നൽകിയ കൃപാവരത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച്? സ്തോത്രം. പോട്ടെ. അപ്പോൾ നമുക്കിപ്പം ഇതിലേക്കൊന്ന് വരാം. ഉണ്ടാകാനിരിക്കുന്ന ഇത് എളുപ്പമായി. എന്താണെന്നറിയണ്ടേ? മുമ്പ് പറഞ്ഞതിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം പറഞ്ഞേ, സിംഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നമാണ്. ആണോ? ഒന്നാമത്തെ വായിച്ച് അത് സംഭവം. ഒന്നാമത്തെ മൃഗത്തെ പറ്റി 7:4. ആ ആ ആ കഴുകൻ ചിറകങ്ങ് പറഞ്ഞു പോയി. അതാ അമേരിക്കയിൽ നിന്ന്. അമേരിക്കയുടെ ചിഹ്നം എന്താ? കഴുകൻ. എവിടുന്നാ പോയത്? ബ്രിട്ടനിൽ നിന്ന് പോയ സംഗതിയാണ്. ബ്രിട്ടനിലെ പ്രാർത്ഥന മനുഷ്യൻ. പിൽഗ്രിം ഫാദേഴ്സിനെ പറ്റി, പ്യൂരിറ്റൻസിനെ പറ്റി പഠിക്കണം. ഈ രാജ്യത്തിൻ്റെ പ്രവണതകൾക്കെതിരെ കലഹിച്ച ഒരുവച്ച ആളുകൾ, ജീവിതം കൊണ്ട് കലഹിച്ച മനുഷ്യരുണ്ടായിരുന്നു. അവർക്കിവിടെ നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വന്നു. അവർ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ, ആരും പരിഗണിക്കാനില്ലാതെ, തൊഴിൽ കൊടുക്കാനില്ലാതെ നിങ്ങളിവിടം വിട്ടുപോകിയ വഴി അങ്ങനെ തേടി ഓർക്കുന്നുണ്ടല്ലോ മറ്റേ യാത്രയൊക്കെ അവരുടെ, കൊളംബസ് പോയതൊക്കെ. ആ യാത്രയ്ക്കൊടുവിൽ അവർ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് പറ്റി. കുറേ അപരിഷ്കൃതരായ മനുഷ്യരെ കണ്ടപ്പോൾ തങ്ങൾ വന്ന സ്ഥലം ഇന്ത്യയാണെന്ന് അവർ ഓർത്തു. അങ്ങനെ അവിടുത്തുകാർക്കൊരു പേരിട്ടു, റെഡ് ഇന്ത്യൻസ്. നമ്മളുമായിട്ടൊരു ബന്ധമില്ല. കുളി നനയില്ലാത്ത മനുഷ്യരെല്ലാം കണ്ടപ്പോൾ ഓർത്തു ഇന്ത്യൻസ്. പിടികിട്ടിയോ? നോക്കണേ ഒരവസ്ഥ നമ്മുടെ. ഈ പേരിട്ടിട്ട് പോന്നു. അതിനൊക്കെ കാര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ കർവാപ്പസി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇത് കുറേ പേരെല്ലാം തിരിച്ചു പോയി. ഇതൊന്ന് കാണാനായിട്ട് ഞാനും തിരുനക്കര പോയി. ഇതൊന്ന് കണ്ടേക്കാം. കാറായിരുന്നൊന്ന് നോക്കി. എല്ലാം കൂടി 10-16 പേരേ ഉള്ളൂ. തിരിച്ചു പോകാനേ കർവാപ്പസി വീട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പം ഞാനതിലൊരുത്തനെ പരിചയപ്പെട്ട് കേട്ടാ എങ്ങനെയാണെന്നെല്ലാം സംസാരിച്ചെന്ന് പുള്ളി പറഞ്ഞു പോകും. ക്രിസ്ത്യാനിറ്റി എന്നിട്ട് കാര്യമൊന്നുമില്ല, ഒത്തിരി കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഞാൻ പോവാണ്. അത് തിരിച്ചു പോവാ, കുടുംബത്തേക്ക് തിരിച്ചു പോവാം. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ച് കിട്ടിയ കുറേ സാധനമുണ്ട്. ഒന്നാമത് ഈ പാൻറ്റ് ഷർട്ടുമൊക്കെ. ടൈ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അല്ലായിരുന്നു. എടാ, ഞങ്ങൾ തന്ന ഭാഷ, ഞങ്ങൾ തന്ന സംസ്കാരം, ഞങ്ങൾ തന്ന അക്ഷരാഭ്യാസം, ഞങ്ങൾ തന്ന സാഹിത്യം, ഇതൊക്കെ വെച്ചിട്ട് അവസാനം ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചിട്ട് പറയുക ഞാൻ പോവാന്ന്. അന്തസ്സുണ്ട് ഇട്ടിട്ട് പോടാ. അതിലേ വേണ്ടേ? അതാ വേണ്ടേ? എനിക്കിത് പറയാൻ പേടിയൊന്നുമില്ല. ഞാൻ നാട്ടിൽ പ്രസംഗിക്കുന്നതൊക്കെ. അത്ര ധൈര്യമുള്ളവരെ എന്നെ സാറിൻ്റെ കൺവെൻഷൻ വിളിക്കാറുള്ളത് നാട്ടിൽ. ട്രിവാൻഡ്രം പിള്ളേർക്ക് ധൈര്യമില്ല. അച്ഛാ ഇവിടെ വന്ന് ഇതെല്ലാം പറയണമെന്ന് പറയും. പോട്ടെ, സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ അത് ചരിത്രം വെച്ചാൽ ചുമ്മാ അതും പറയല്ലെന്നേ. അതിന് കാരണമുണ്ട്. മലയാളി ആദ്യമായിട്ട് കൂലി കണ്ടത്, ജോലിയിട്ട് കൂലി കണ്ടതേ സഖാക്കളൊന്നും കൊടുത്തതല്ല ആദ്യമായിട്ട്. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചരിത്രമല്ലാതെ തെറ്റാക്കി കളഞ്ഞെന്നേ. ചുമ്മാ കുറേ ആൾക്കാർ അതും പറഞ്ഞു നടക്കുകയാണ്. ഇതൊന്നും അല്ല, നോ നെവർ. ഞങ്ങൾ പറഞ്ഞുതരാം, ചരിത്രമുണ്ട്. കേരളത്തിൻ്റെ ഇരുളടഞ്ഞ ഏടുകൾ വായിക്കണം. ഇളംകുളം കുഞ്ഞമ്പിള്ള പഴയ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വസ്തുതാപരമായിട്ട് കിട്ടും. ലോകൻ്റെ മലബാർ മാനുവൽ വായിക്കണം. വില്ലൻ ലോകൻ്റെ, കോട്ടയം കളക്ടറായിരുന്നു വില്ലൻ ലോകൻ. അപ്പോൾ ഇതിലൊക്കെ കിടപ്പുണ്ട് പണ്ട് മനുഷ്യൻ അനുഭവിച്ച വ്യഥകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ. 108 വിധ കരം പിരിച്ചു തിരുവിതാംകൂർ രാജാക്കന്മാർ. ആ ലോകത്തു നിന്ന് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയത് അവൻ്റെ അറിവും വിദ്യാഭ്യാസമാണെങ്കിൽ ആ അറിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പിൻബലം പള്ളിക്കൂടമാണ്. പള്ളിക്കൂടം എന്ന് വെച്ചാൽ പള്ളിയുടെ സൈഡിൽ ചാർത്ത് പിടിച്ചുണ്ടാക്കിയ പഠനശാലകളാണ്. അതിന് ആ പള്ളിയിലെ കൂട്ടമാണ് പള്ളിക്കൂടമായത്. മനസ്സിലായോ? പള്ളിക്കൂടം നമ്മൾ കൊടുത്ത ഹെർമൻ ഗുണ്ടട്ടാ മലയാള ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കിയേ. ബെഞ്ചമിൻ ബെയ്ലി അക്ഷരം ഉണ്ടാക്കിയേ. ഇങ്ങനായിരുന്നു ആദ്യമൊക്കെ സാ എന്നൊക്കെ എഴുതണേ. നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് കാണിക്കാൻ. ഈ കിടക്കുന്ന അക്ഷരമായിരുന്നു നമ്മുടെ സാ, സ്ക്വയർ ലെറ്ററായിരുന്നു. അതൊക്കെ വളച്ച് റെഡിയാക്കി
ഇന്ന് കാണുന്ന കെയർസ്, ഈ റൈറ്റിങ്സൊക്കെ ഉണ്ടാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്, കോട്ടയത്ത് വന്ന്. മനസ്സിലായോ? മുളങ്കാട് വളർന്നു നിൽക്കുന്ന കോട്ടയം ടൗണിൽ നിന്നുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ ഈ കാട് വെട്ടാൻ ഒരു മനുഷ്യൻ വരികയില്ല, കാരണം മൊത്തം പാമ്പാ. കൂലിക്ക് ആളെ വിളിച്ചു, രക്ഷയില്ല. ആയിപ്പിൻ്റെ ബുദ്ധിയല്ലേ, പുള്ളി കുറേ സ്വർണ്ണ നാണയങ്ങൾ വാരിയെടുത്ത് ആ കാട്ടിലോട്ട് എറിഞ്ഞു. കണ്ടോ വാക്കത്തിയും കൊണ്ടും കോളാലിയും കൊണ്ടും ഓടി കയറി. പാമ്പിനെ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, വെട്ടി തകർത്ത്. കൂലിയുടെ പാതി പോലും കൊടുക്കേണ്ടി വന്നില്ല. ഇങ്ങനെ വെട്ടിത്തെളിച്ചുണ്ടാക്കിയ കോട്ടയ്ക്കകം കോട്ടയമായത്. മനസ്സിലായില്ലേ? പ്രിൻറ്റിംഗ് പ്രസ്, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ ആദ്യം കാണുന്ന എങ്ങനെയാ? അന്നേ നമുക്കൊരു ഹൈവേ ഉണ്ടാക്കണമെന്ന് ഏണൽ മൺട്രോ പറയുമ്പോൾ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞത് മുറജപത്തിന് കാശ് തികയില്ലെന്ന്, അതായത് ബ്രാഹ്മണസിന് ഫുഡ് കൊടുക്കാൻ. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇവർ പറയുന്നത് പാസന്മാരെല്ലാം ഭയങ്കര തീറ്റിയാണ്. സർക്കാർ ചെലവിലാണ് ഇത്രയും നാൾ കഴിഞ്ഞുകൊണ്ടിരുന്ന കക്ഷികൾ വന്നിട്ട് പറയുക നമ്മുടെ നികുതിപ്പണം കൊണ്ടായ കക്ഷികൾ മുറജപം കഴിക്കുന്നത്, അതിന് കാശില്ലെന്ന്. ഏണൽ മൺട്രോ പറഞ്ഞു കാശൊന്നും വേണ്ട, തൊഴിലാളികളെ വിട്ടതാ, കാശ കൊടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് മനുഷ്യൻ കൂലിക്ക് പണിയെടുത്തു, പൈസ കൊടുത്തു. പൈസ കിട്ടിക്കഴിഞ്ഞപ്പം നാടാർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, ദലിതർക്കുമൊക്കെ ആദ്യം കാശ് കിട്ടുക. കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ചാലാക്കമ്പോളത്തിലങ്ങ് ഇറങ്ങി കാശ് കയ്യിലിരിക്കുക. കാരണം കാശ് കിട്ടിയപ്പോൾ ഒരു ധൈര്യം വന്നു, അങ്ങ് ഇറങ്ങി അങ്ങോട്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നവനും കാശ് കിട്ടിയാൽ മതി, അവൻ കാശ് മേടിച്ചിട്ട് സാധനം കൊടുത്തു. ചാലാക്കമ്പോളം മുഴുവൻ അസ്പർശരായ ആളുകൾ ഇറങ്ങി നിറഞ്ഞ് നാട് കത്തി, ഭയങ്കര പ്രശ്നമായി. മാരി പോയഴിക്ക് വെള്ളം അടിച്ചിട്ട് അവരെ സകല വിഷമം വന്ന് തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന് മുമ്പിൽ നിന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തെറിയായിരുന്നു രാജാവിനെ. ചരിത്രത്തിലുള്ള കാര്യമാണ്, ഞാനുണ്ടാക്കിയ സംഭവമൊന്നുമല്ലെന്ന്. കാരണം ഈ രാജാവിന് വഴി വേണ്ട, കാരണം ഇയാരെ എടുത്തുകൊണ്ട് പോവാന്ന് ഇങ്ങനെ ഈ തേരിനകത്ത് ഓഹോ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവാ. ഇങ്ങർക്ക് വഴിയില്ല, കാടും പള്ളിയും പാപ്പും ഒന്നും ഇല്ലെന്ന്. ഇവരെ സ്വപ്നത്തിലതില്ല, വഴിയില്ല. അപ്പോൾ വഴിയുണ്ടാക്കിയത്, രീതികൾ മാറ്റിയത്, സംസ്കാരത്തെ മാറ്റിയത് അക്ഷരാഭ്യാസമാണെങ്കിൽ ആളിക്കത്തുന്ന അക്ഷരങ്ങളെ മലയാളിക്ക് ദാനം ചെയ്തത് വിശുദ്ധ ബൈബിളാണ്. അതിൻ്റെ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കാനുള്ള ഞങ്ങളുടെ അവകാശമാണിത്. സ്തോത്രം. അത് ഓരോ സുവിശേഷകനും ഓരോ സുവിശേഷ പ്രവാചകനും നാടിൻ്റെ മാറ്റത്തിൻ്റെ കാഹളമുതുന്ന മനുഷ്യരാണ്. സ്തോത്രം. പോട്ടെ, നീട്ടുന്നില്ല അവിടെ നിന്ന്. അപ്പോഴേ പ്യൂരിറ്റൻസ് അമേരിക്കയിൽ ചെന്നു. അവർ അവിടെ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തി, അതിനെ പരിഷ്കരിച്ചു. അവർക്ക് നാണയത്തിലെത്തി വി ട്രസ്റ്റ് ഇൻ ഗോഡ്. കണ്ടില്ലേ? ഇതൊക്കെ പറയുമ്പോൾ അമേരിക്കയുടെ പേര് 100 കുറ്റം പറയും, ബ്രിട്ടൻ്റെ പേര് 100 കുറ്റം പറയും. പക്ഷേ ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ട് കയറും. മനസ്സിലായോ? നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേ? സായിപ്പിനെ ഇഷ്ടമല്ല, അമേരിക്ക ഇഷ്ടമല്ല, ബ്രിട്ടൻ ഇഷ്ടമല്ല, നേരെ തലയെ മുണ്ടിട്ടിങ്ങി പോരുക. ഇപ്പം പിന്നെ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് നമ്മളിത് അറിയുന്ന വന്നിട്ടുണ്ടെന്ന്. മനസ്സിലായോ? തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ ഒത്തിരി മൂല്യശോഷണം ഉണ്ടോ? ഞങ്ങളത് പറയാൻ മടിക്കുന്നില്ലെന്നേ. ഇവിടെ വന്നല്ലേ പറയുന്നല്ലേ? അതൊക്കെ പറയാൻ മടിയൊന്നുമില്ല. അതാ ഇവൻ്റെ ഗുണം. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കിട്ടും. തെറ്റെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, അല്ലേ? ആ മനുഷ്യാവകാശം വേറെ ഇവിടെ ഉണ്ട്. ലോകത്ത് മതം ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ നോക്ക്. ക്രൈസ്തവ രാജ്യങ്ങളിലാണ് മാനവികത മൂല്യം. വേറൊന്നുമില്ല, മനുഷ്യത്വമില്ല. വന്നു പാർക്കുന്നവരോട് ഉണ്ടോ? ഇനി ഒന്നുകൂടെ പറയാം. പക്ഷേ എന്താ ഇത്രയും ഈ രാജ്യങ്ങൾക്ക് വന്ന പ്രശ്നം എന്നറിയോ? 3-4 വാറുകൾ യുദ്ധം കഴിഞ്ഞപ്പോഴേക്ക് പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു, ആണുങ്ങളില്ലാതായി, സ്ത്രീകൾ അവശേഷിച്ചു, കുഞ്ഞുങ്ങൾ തെരുവീഥികളിലായി. മനസ്സിലായില്ലേ? ഇതാണ് ഈ രാജ്യങ്ങൾ അധപ്പതിക്കാൻ കാരണം, ധാർമ്മികമായിട്ട്. വേറെന്നറിയാവോ? തെരുവീഥികളിലൂടെ അലഞ്ഞു തിരിയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ആ കുഞ്ഞുങ്ങൾ ഗുണ്ടകളാകും, ഈ തെരുവീഥികൾ പിടിച്ചെടുക്കുമെന്നറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ആരംഭം കുറിച്ച മഹാപ്രസ്ഥാനത്തിൻ്റെ പേരാണ് സൺഡേ സ്കൂൾ. അറിയോ? യുദ്ധം, ലോകമഹായുദ്ധങ്ങൾ പുറന്തള്ളിയ മാലിന്യങ്ങളായി കരുതിയ കുഞ്ഞുങ്ങൾക്ക് അർത്ഥവും അവകാശവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത ശിശുക്കളുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സൺഡേ സ്കൂൾ. അത് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കണം, അഭിമാനകരമാണ് ആ ജോലി. ഈ ചരിത്രം പിള്ളേരെ പറഞ്ഞു കൊടുക്കണം.
എങ്ങനെ ഉണ്ടായത് അണ്ടർ സ്കൂൾ? അത് എലി കടിച്ച ചേനയെല്ലാം കൂടെ കൊണ്ട് മറ്റവൻ യാഗം കഴിച്ചെന്നും, മനസ്സിലായില്ലേ? മറ്റവൻ സൂപ്പർ ഒരു ആടിനെ കൊണ്ടുവന്നെന്നും. ഇത് പറയാനുള്ള സ്ഥലമല്ല. നമ്മൾ വന്ന വഴികൾ ഓർക്കണം. ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞേ പിണക്കമുണ്ടോ? പിണങ്ങിയിട്ട് കാര്യമില്ല, എന്നെ സഹിക്കേ പറ്റുള്ളൂ. ചില ദിവസങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ ഇത് പറഞ്ഞു, 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. എല്ലാം വചനം വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ സിംഹത്തെ കണ്ടു, അതിൻ്റെ കഴുകൻ ചിറക് പറഞ്ഞു പോയി. പിന്നെന്താ? കണ്ടോ മനുഷ്യഹൃദയം. ഇതൊക്കെ ഇതിപ്പരം വ്യാഖ്യാനം വേണോ? നിങ്ങൾ തന്നെ പറ. മനുഷ്യത്വം അതിന് കൊടുത്തുന്ന സ്തോത്രം. യുദ്ധങ്ങൾക്ക് നടുവിലും നിങ്ങൾക്കറിയണ്ടേ, സമാധാനകാംക്ഷികൾ ഇവിടുന്ന് എഴുന്നേറ്റെ. അലൻ ഒക്ടോവൻ ഹ്യൂം എന്ന് കേട്ടിട്ടുണ്ടോ? ഹ്യൂം. ഇന്ത്യക്ക് ഈ പോകുന്ന പോക്ക് ശരിയല്ല, അടിമക്കച്ചവടം നിർത്തണം, ഇത് നമ്മുടെ മൂല്യങ്ങൾക്കെതിരാണെന്ന്. ഇന്ത്യയിലല്ല സമരം ഉണ്ടായത്, ഇവിടെയാണ്, ഇംഗ്ലണ്ടിലെ സമരം ഉണ്ടായത്. തെരുവീതികളെ സംഭിപ്പിക്കുന്ന ഇത്തരം മാറ്റങ്ങൾക്ക് പ്രാർത്ഥനാ മനുഷ്യരായി ഇവിടെ തുടക്കം കുറിച്ച് ഇന്ത്യയോട് വിട്ടം ചെയ്യുന്നത് ശരിയല്ല. ഇത് ഇവിടുന്ന് ആരംഭിച്ച മൂവ്മെൻറ്റ്. ആ താപജാലകൾ അവിടെ ആളിക്കത്തി. ഹ്യൂം വന്ന ശേഷമായിരുന്നു കോൺഗ്രസ് പാർട്ടി ഉണ്ടായത് 1885. 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന ഇവിടെയാണ്, ലണ്ടനിലെ റിറ്റ്സ് ഹോട്ടലിലാണ് ഗാന്ധിജി വന്ന് താമസിച്ചേ. ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞു തോന്നുന്നു അല്ലേ? പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തെ കൊന്നും കൊള്ളയടിച്ചും ഒക്കെ കഴിഞ്ഞ മനുഷ്യർക്കിടയിലും മനുഷ്യത്വത്തിൻ്റെ ബോധമുള്ള 100 മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. അത്തരം മനുഷ്യരെ നിങ്ങൾക്ക് ഇന്നും കാണാം. വിവേചനമുള്ളവനെ ഇവിടെ കാണാം, വർണ്ണവിവേചനമുള്ളവനെ കാണാം, വന്നവനും ചിന്തിക്കുന്ന അപൂർവം മനുഷ്യരുണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിലും മനുഷ്യത്വത്തിൻ്റെ ആ ജ്വലനം കെട്ടടങ്ങാതെ സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട്. ആ നന്ദി വേണം ഈ രാജ്യത്തോട് നമുക്ക്, നമ്മുടെ രാജ്യത്തോടുണ്ട് നമുക്ക്. എനിക്ക് ഇന്ത്യക്കാരനായതിൽ യാതൊരു അഭിമാനക്കുറവില്ല, സന്തോഷമാണ്. ഒരുത്തനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടേ ഞാൻ ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരുത്തൻ്റെ ഔദാര്യത്തിലല്ല, ദിസ് ഈസ് മൈ റൈറ്റ്. എന്താ കാര്യം? ഞാൻ പറയാതും എൻ്റെ അത്രയും രാജ്യസ്നേഹവും നിനക്കില്ല. നീ ചത്ത് കഴിഞ്ഞാൽ കത്തിച്ച് ചാമ്പലാക്കി ഗംഗാനദി വഴി ഒഴുക്കി കടൽ വഴി പോയി വീണ്ടും മഴയായിട്ട് അതിലേ പോയി മറ്റൊരു രാജ്യത്ത് പോയി പെയ്യും. ഞങ്ങൾ മരിച്ചാൽ ഇവിടെ ഈ സ്ഥലത്ത് കോടിയെടുത്ത് പ്രാർത്ഥിച്ച് നീയോ ദാനിയല്ലേ കൊള്ളാൻ വേണ്ടി ഇവിടെ ഇടും. ഈ ശരീരം മുഴുവൻ ഇതിനകത്ത് ചേരും. എൻ്റെ രാജ്യസ്നേഹം നിനക്കുണ്ടാവില്ല. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരെ കണ്ടപ്പോൾ പാദം മുത്തി നിന്ന പാരമ്പര്യമൊന്നുമല്ല നമുക്ക്. തെറ്റെന്ന് എവിടെയും പറയാൻ നമ്മൾ ആർജവം കാണിച്ചിട്ടുണ്ട് അല്ലേ? എവിടെയും. ദാവീദ് തെറ്റ് ചെയ്ത കാര്യം പറയാനേ ഒരു സാധാരണ മനുഷ്യൻ അങ്ങോട്ട് കയറി ചെന്നു. നാഥാൻ അന്ന് അബ്സല്യൂട്ട് പവറാകും ഇന്ത്യയിൽ, മൊത്ത അധികാരം തീരുവായ്ക്ക് എതിർവായില്ല. ഈ വാളിങ്ങോട്ട് ഊരും ഒരൊറ്റ വെട്ട് ചോദിക്കാൻ അറിയില്ലുണ്ടോ? ആ കാലത്ത് നാഥാൻ ചെന്നിട്ട് കഥയെല്ലാം പറഞ്ഞ നീയാണ് ആ മനുഷ്യൻ. മനസ്സിലായോ? വാൾ ഊരിയോ? ഒന്നും ഊരൂല. അതാ നമ്മൾ ആരാണെന്ന് ഈ ചരിത്രം പഠിക്കണം. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ പുസ്തകത്തിൻ്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ ദൈവത്താൽ അഭിഷേകമുള്ള ദൈവമക്കളാണ് ഓരോ ക്രിസ്തുവിൻ്റെ അനുഗാമികളും. സ്തോത്രം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. പോട്ടെ, അടുത്തിലേക്ക് വരാം. പുള്ളിപ്പുലി അല്ല, ഒരു പാർശ്വമുയർത്തി നിൽക്കുന്ന കരടി. ഈ റഷ്യൻ കരടി എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്, അറിയോ? ചിഹ്നം കരടിയാ, റഷ്യയുടെ എന്തോ. മൂന്നാമത്തെ സംഗതി എന്താണെന്നറിയോ? പുള്ളിപ്പുലി. ഈ പുലി, കടുവ, അല്ലെ ടൈഗറും മറ്റെന്തുവാ ലിയോപ്പാഡ്, അത് പുള്ളിപ്പുലി അല്ലേ? ഇതെല്ലാം ഏതാണ്ട് ഒരു ജനുസല്ലേ? ആണോ? ഒരു ഉദാഹരണം ഞാൻ പറയുന്നേ. LTTE അല്ലേ, മറ്റേ നമ്മുടെ ആ ചങ്ങാതി പ്രഭാകരൻ അല്ലേ? അല്ല, ടീയുടെ അർത്ഥം എന്താ? ടൈഗർ. മലയാളത്തിൽ നമ്മളെന്താ ഓരോ വിളിക്കുന്നത്? കടുവ എന്നല്ല, തമിഴ് പുലി.
രണ്ടും ഒന്നാന്നായി പറഞ്ഞു എന്നാൽ ജനുസേ. അപ്പം 3 ലോക രാജ്യങ്ങൾ എടുത്ത ഇന്ത്യ, ഈ ലങ്ക, ഈ രാജ്യങ്ങളെല്ലാം എടുത്താൽ കുതിക്കാൻ കാത്തു നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇന്നലെ പറഞ്ഞ അറിയാം, ഇന്ത്യയുടെ ചിഹ്നം കടുവയാണ് അല്ലേ അല്ലേ, മറ്റേ ശ്രീലങ്കയുടെ. ഇപ്പം ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ എടുക്കുക. 3 ലോക രാജ്യങ്ങളുടെ കുതിപ്പാണ് ഇനി വരാനിരിക്കുന്ന മറ്റൊരു കാര്യം. ഇന്നലെ റഷ്യൻ, ചൈന ഇതൊക്കെ ഞാൻ പറഞ്ഞു. അടുത്താണ് ഘോരമൃഗം, ഇരുമ്പ് പല്ലുള്ള ഘോരമൃഗം. അത് ഇന്നലെ പച്ചയായിട്ട് നമ്മൾ സൂചിപ്പിച്ച് ഓർമ്മയുണ്ടോ? മിക്സറാണ് സംഗതി, പറയാം. എനിക്കൊന്നും അതാ ഹമീദിന് അത്രയും പ്രയാസം തോന്നിയത്, മനസ്സിലായില്ലേ? ഇന്നലെയും പൊട്ടി. പാകിസ്ഥാനിൽ 53 എണ്ണം പരിവഴി തീർന്ന്. വായിച്ചോ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം പൊട്ടിരാ. പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയെ എന്നും പുള്ളി വന്ന് ഉപദ്രവിക്കും. പിന്നെ പുള്ളിക്കാരി ഇതിനോടങ്ങ് പൊരുത്തപ്പെട്ടു. ഒരു തല്ല് ഉണ്ട്, അവിടുത്തെ ഒരു ചടങ്ങ് പോലെ, പ്രാർത്ഥന പോലെ ഒരു ചല്ല്. ഒരു ദിവസം പുള്ളിക്കാരി മടുത്തിട്ട് പറയാ, തല്ലുന്നേ തല്ല്, എനിക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണമെന്ന്. ഒരടിയുണ്ട്, ആ വഴിപാടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ളത്. സ്ഥിരം അടിയുണ്ട്. അപ്പോൾ താമസിച്ചു വന്ന പുള്ളിക്കാരി പറഞ്ഞു, ഇടിക്കുന്ന ഇടിക്ക് എനിക്ക് എവിടെ കിടന്ന് ഉറങ്ങണം, രാവിലെ ഒഴിക്കുവാണല്ലോ. അത് പുള്ളിക്കാരി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. അതുപോലെ ആഘോഷം വന്നാലും കൊള്ളാം, അനുശോചനം വന്നാലും കൊള്ളാം, ഒരടി ഉറപ്പാണ്. ഇന്നലെ പറഞ്ഞല്ലേ, മറ്റേ ഞാൻ അവനോട് പറഞ്ഞ പോലെ ഒരു വെട്ടുറപ്പാന്ന് പറഞ്ഞ പോലെ, ഒരടി ഉറപ്പാ. ഭീകരത അത് മാറാൻ പറ്റില്ല. ചോരയിൽ കുളിച്ച ചരിത്രം, എത്ര കിരാതം. ഞാനൊന്നും ഒത്തിരി വിശദീകരിക്കുന്നില്ല, പോട്ടെ. അപ്പം നമുക്ക് ഈ 4 മൃഗങ്ങളെയും അവിടെ നിർത്താം. അങ്ങനെ ഫ്രീ ആയിട്ട് വിടരുത്, അത് കിടന്ന് ഓടും, അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ വെളിപ്പാട് 13 വരാം. വാ, 1 മുതൽ വായിച്ച്. 10 കൊമ്പും 7 തലയും അപ്പം 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു മൃഗം, ദൂഷണനാമങ്ങളിരിക്കുക, ബ്ലാസ്ഫമി, ദൈവവിരുദ്ധത എഴുതി വച്ചിരിക്കുന്ന 10 രാജ്യങ്ങൾ, ദൈവത്തിന് വിപരീതമായ ശബ്ദങ്ങൾ എഴുതി വെക്കുന്ന പ്രവണത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചില ചർച്ചകളിൽ ചെല്ല്, അവിടെ ഇതിനുണ്ട് നോ സെക്സ്, നോ കളർ, നോ, കേട്ടാൽ നല്ല രസകരമാണ് സംഭവം അല്ലേ? ആർക്കും പ്രവേശനം. ദൈവസ്നേഹത്തിൻ്റെ വിശാലത പറഞ്ഞു ഇവർ വല്ലാതാക്കുക അല്ലേ? സ്തോത്രം. ദൈവസ്നേഹം ഇവർ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ലത്, ആണോ? പറയുമ്പോൾ സഹോദരി പണ്ട് കാത്തുകാത്തിരുന്ന് അന്യഭാഷ പ്രാപിച്ചു. ഭയങ്കര സന്തോഷമായി, ഭയങ്കര ആനന്ദമായി. പ്രാർത്ഥനയും അവരിതുവരെ കിട്ടാത്തൊരു സന്തോഷം കിട്ടിയാൽ തീർച്ചയായിട്ടും ആത്മനിറ ഒരു സന്തോഷമല്ലേ? അവരടുത്ത ആഴ്ച സാക്ഷി പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം. എനിക്ക് ഈ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ, ആ ദൈവസ്നേഹത്തിൻ്റെ തീവ്രതയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. ഓരോതരം ആത്മാവ് പോകുന്ന പോക്കേ. അവർ പറയും, എൻ്റെ കുഴപ്പമില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ വൃത്തികെട്ട ലോകത്ത്, ഈ മാലിന്യം നിറഞ്ഞ ലോകത്തെ ഞാൻ വെറുത്തു, എനിക്ക് എൻ്റെ പ്രിയനെ കണ്ടാൽ മതി, ഞാൻ ചാകാൻ പോവാ. എൻ്റെ പൊന്നെ, ദൈവസ്നേഹം എന്നാന്ന് മനസ്സിലാകത്തില്ല. ചിലരെ വിചാരം ഇത് ഈ പിപ്പിരി കാണിക്കുന്ന പരിപാടിയല്ലെന്ന്, ബോധം കെട്ട പണി അല്ലേ? ദൈവസ്നേഹമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വട്ടുകയറി നടന്ന കാര്യം നടക്കുമോ? അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പിടിച്ചു നിൽക്കാൻ വയ്യ. അത് ആരും ആത്മഹത്യ ചെയ്യരുത്. നിത്യത പോക്കാ. പ്രാണനെ കളയാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ല. സ്തോത്രം. അപ്പോൾ ഇതുപോലെ ഈ മൃഗത്തെ നമുക്കൊന്ന് പഠിച്ചു. തലയിൽ ദൂഷണനാമം. പിന്നെ ഇവൻ്റെ ബോഡി തേർഡ് വേൾഡിൽ നിന്നാണ് വരുന്ന അസ്തിത്വം, പുള്ളിപ്പുലിക്ക് സദൃശം. പിന്നെ ഇതിവനെ പിന്തുണ കിട്ടുന്നത്, നിലനിൽപ്പിന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നതേ റഷ്യയുടെ പിന്തുണയാ. വരുന്നുണ്ടോ പരിപാടി? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാരെല്ലാം കൂട്ടി നോക്കണം. പിന്നെ വരുന്ന ഒരു ബ്രിട്ടീഷ് വായായിരിക്കുന്നു. എന്താ ബ്രിട്ടീഷ് വായുടെ പ്രത്യേകത? വേണ്ടേ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കുന്ന.
മനസ്സിലായോ? അടുത്തത് ഇവൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തരും. അടുത്തത് മറ്റേ സർപ്പമുണ്ടല്ലോ, ലൂസിഫർ എന്ന പഴയ പാമ്പ്, അവൻ തൻ്റെ ശക്തിയും അധികാരമെല്ലാം കൊടുത്തു. ചുരുക്കത്തിൽ ഈ കാണുന്നവൻ്റെ പേരാണ് ആൻറ്റക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു, അല്ലെങ്കിൽ മൃഗം. മൃഗത്തിൻ്റെ വരവ് കണ്ടോ? പല രാജ്യങ്ങളുടെ, ഒരു ലോകരാഷ്ട്രങ്ങളുടെ ഒരു സമ്മിശ്ര അധികാരി. ഈ അധികാരി ആ വ്യക്തിയെ പിടികിട്ടിയില്ല ഏകദേശം. അത് ഇന്നാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരാന്ന് പറയാൻ പറ്റുമോ? ഈ 666 കോച്ചിങ്ങനെ ഗുണിച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാനിത് ഒരിക്കലും ഇങ്ങനെ വെറുതെ ഒരു തമാശയ്ക്ക് ഈ 666 വെച്ചൊരു പഠനം നടത്തി. ക്ഷമിക്കണം, നമ്മുടെ നാട്ടിലെ മിക്കവാറും ചർച്ചിൽ ലീഡേഴ്സിൻ്റെ പേര് കൂട്ടിയിട്ട് 666. അതുകൊണ്ട് ഞാൻ ആ റിസൾട്ടേ പുറത്തു വിട്ടില്ല. മനസ്സിലായില്ലേ? കണക്ക് കൂട്ടി നോക്കിയിട്ട് എങ്ങനെ പോയിട്ടും 666. ഞാൻ എൻ്റെ സൗജന്യം കൊണ്ട് ചില ഇംഗ്ലീഷിലൊക്കെ എടുത്ത് മാറ്റി കൂട്ടി നോക്കുന്നുണ്ട്. പക്ഷെ വേറെ കണക്ക് കൂട്ടി വരുമ്പോഴേക്ക് ഇത് കൃത്യത്തിനകത്ത് കയറുന്നു. ഈ ചർച്ച് പൊളിറ്റിക്സിലൊന്നും പോയി പെടരുത്. ആരെങ്കിലും ലീഡറാകട്ടെ, നമ്മളെ അത് ബാധിക്കുന്ന കാര്യമല്ല. മനസ്സിലായില്ലേ? നമ്മളത് കാണുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ ആത്മാവിൽ ശക്തിപ്പെട്ട് ഹൃദയം കൊണ്ട് ശാസിച്ചിട്ട് അച്ഛാ സുഖമല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോന്നാൽ മതി. ഇവെല്ലാം വേണം കൊടുത്തേക്കണം എന്നുവെച്ചാൽ ഇത്രേ ഉള്ളൂ സംഭവം. അതിന് നമ്മളിവിടെ കിടന്ന് അവനത് ചെയ്ത് ഇവന് ചാകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഇവരെ ചില സമയത്തോളം ഇതിലവിടെ കിട്ടിയില്ലെങ്കിൽ അവർ പൊട്ടിപ്പോകുന്നുള്ള ചിന്തയല്ല അവരുടെ ആ പോക്ക്. മുമ്പേ പറഞ്ഞല്ലോ, ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞല്ലോ, എന്നെ ഒരു തവണ കൂടെ ആക്കിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നുള്ള മോഡലിലാണ് ഈ പോക്ക്. പോട്ടെ. അപ്പോഴേ നമുക്കൊരു മനുഷ്യനെ സ്പെസിഫൈ ചെയ്യണ്ട. അങ്ങനെ ഞാൻ ഈ 666 പറഞ്ഞത്. പക്ഷേ നമുക്കിച്ചിരി കണ്ടുപിടിക്കാൻ ചില വഴികളുണ്ട്. അതിനകത്തൊന്നും വിശ്വസിക്കരുത്. അയാളാണ്, ഇയാളാണ്, മറ്റവനാണ് വിശ്വസിക്കരുത്. ഇത് മർമ്മമാണെന്ന് സീക്രട്ടാക്കി അവൻ വെളിപ്പെട്ടില്ല. ഒരു വെളിപ്പെട്ടിങ്ങി വരും ഒരു ദിവസം. അന്നേരം നമുക്കറിയാമല്ലോ. അവനെ കണ്ട് അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവനെ മനസ്സിലാക്കുന്ന കൂടെ ഇവൻ്റെ ഭാര്യയെ കൂടെ കുറിച്ചൊന്ന് പഠിച്ചു പോവാം. വേണ്ടേ? ഇവനൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയെപ്പറ്റി പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽസ് കിട്ടി. ഇവൻ്റെ ആ മഹിമ മനസ്സിലാവുമല്ലോ. വായിച്ചോ 17-ാം അധ്യായം, വെളിപ്പാട് 17. പെട്ടെന്ന് വായിച്ചേ. എൻ്റെ പാർട്ണറെ കുറിച്ച് കൂടി ചിന്തിച്ചു പോവാം. ആ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇവനെ ശ്രദ്ധിച്ചോണം. 7 തലയും പാസൻസില ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടിഞ്ചുവപ്പ് നിറമുള്ള, അപ്പുറത്തെ നിറം പറയുന്നില്ലെന്നേ ഉള്ളൂ, അതൊരു ആടിക്കണം, നിറമുള്ള മൃഗത്തിന്മീതെ ആയിരിക്കുന്നു. കണ്ടോ? ഈ മറ്റേ മൃഗത്തെ മനസ്സിലായോ? 13 കണ്ടേ? ആ മൃഗത്തിൻ്റെ മീതെ ഒരു സ്ത്രീ ഇരിക്കുന്നു. കണ്ടോ? പുള്ളി ഭാര്യയെ സ്നേഹിച്ച രീതി ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് എടുത്തുകൊണ്ട് കിടക്കുന്നല്ലോ, ഇങ്ങനെ തലയെ വെച്ച ഉറുമ്പരിക്കുന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഇരിക്കുന്നു. അയച്ചേ. ഇനി നമുക്ക് 7-ാം വാക്യം വായിക്കുക. ഇത് കണ്ടിട്ടേ ഈ സ്ത്രീയെ കണ്ടതും യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു. എനിക്ക് ആശ്ചര്യപ്പെടാൻ കാരണം എന്താ അറിയണ്ടേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കണ്ടാൽ ആശ്ചര്യപ്പെടുകയല്ലേ? അതാണ് യോഹന്നാൻ പറഞ്ഞ, ഇതിനകത്ത് നീ ആശ്ചര്യപ്പെടുന്നും വേണ്ട. നമുക്ക് തോന്നിയതാ ഇവള് വലിയ പുള്ളിയാന്ന്, ഡീസൻ്റാന്നൊക്കെ തോന്നിയതാ. ഇവളായിരുന്നോ ഇതെന്ന് ആശ്ചര്യപ്പെട്ടു. പരിചയമുണ്ടെന്നർത്ഥം. അല്ല വേറൊരു സ്ത്രീയെ കണ്ട അങ്ങനെ തോന്നേണ്ട കാര്യമുണ്ടോ? ഞാൻ ഏറ്റവും ഡീസൻ്റായി പ്രതീക്ഷിച്ചൊരു സ്ത്രീയാണല്ലോ. അയ്യോ, ഇത് നമ്മൾ കണ്ടോലല്ലോ കൂട്ടുകെട്ട്. ഇതാണ് ആശ്ചര്യപ്പെട്ടത്. മർമ്മം പൊളിയുന്നുണ്ടോ?
ആ, അപ്പോൾ വായിച്ചു താഴോട്ട്. ഈ സ്ത്രീയുടെയും ആ 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. മർമ്മം ദൂതൻ പറഞ്ഞു തരാം. ആ പറഞ്ഞു. നീ കണ്ട മൃഗമോ ആ മനസ്സിലാക്കണം. ഈ മൃഗം ഉണ്ടായിരുന്നതും ആ ഇപ്പോൾ ഇല്ലാഞ്ഞതും ആ ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതാവുന്നു. ഉണ്ടായിരുന്ന പണ്ട്, ഇത് എഴുതുന്ന സമയത്തില്ല, ഇനിയും വരും, എന്നിട്ട് നാശത്തിലേക്ക് പോകും. ഇതാണ് ഈ മൃഗം. പണ്ടുണ്ടായിരുന്നു, ആളൊന്നും മറഞ്ഞിരുന്നു, പിന്നെയും വരും, എന്നിട്ട് നശിച്ചു പോകും. ഇതായി പറഞ്ഞത്. അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു 7 രാജാക്കന്മാരെ പരിചയപ്പെട്ടു. 7 കൊമ്പ് അല്ലേ, 7 തല. അവർ 7 രാജാക്കന്മാരാണല്ലേ, ഓർക്കുന്നുണ്ടോ? ഇവിടെ മൃഗത്തിന് 7 തല, അത് 7 രാജാക്കന്മാരുമാകുന്നു. വായിച്ചില്ലേ? അപ്പോൾ ഈ 7 രാജാക്കന്മാരുടെ കൂടെ ഇവനും പെടുവന്നു. ആരാ? ഇപ്പോൾ കണ്ട മൃഗം. അത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കണക്കുണ്ട്. നമുക്കതായിട്ട് വായിക്കാം. വായിച്ചു. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാഞ്ഞതും ഇനി അഗാധത്തിൽ കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതാവുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് ആ ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ആ തല 7 സ്ത്രീയിരിക്കുന്ന 7 മലയാകുന്നു. പിന്നെ അവ 7 രാജാക്കന്മാരുമാകുന്നു. ആ 5 പേർ വീണുപോയി, ആ ഒരുത്തനുണ്ട്, ആ മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു കണക്ക് വലിയ പ്രശ്നമാണ്. വായിച്ചു നോക്കി. 7 പേരിൽ 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, ഏഴാമനെതിരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു വന്നിരിക്കേണ്ടതാകുന്നു. ആ ഉണ്ടായിരുന്നതും ഇല്ലാത്തതും മൃഗം 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. ആർക്കെങ്കിലും വല്ലതും മനസ്സിലായോ? ഇത് പറഞ്ഞപ്പോൾ വല്ലതും മനസ്സിലായോ? 7 പേര് ആണ് ആകെ കണക്ക്. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റൊനെതിരെ വന്നിട്ടില്ല. വന്നാൽ അവൻ കുറച്ച് നാളിരിക്കും. ഇത്തരം വേണ്ട പറയാ. ഈ മൃഗം 7 പേരിൽ ഉൾപ്പെട്ടവനും 8-ാമത്തവനും ആകുന്നു. പിടികിട്ടിയോ? വല്ലതും മനസ്സിലായോ? അതാ കണക്ക്. സ്വർഗത്തിൽ ചെന്നാലും മാത്തമാറ്റിക്സ് ഉണ്ടെന്നുള്ള കാര്യം പിടികിട്ടിയോ? രക്ഷപ്പെടുകയില്ല മക്കളെ, പഠിച്ചോണം. സ്വർഗത്തിൽ നിലനിൽക്കുന്നൊരു ശാസ്ത്രമാണ് ഗണിതം. പഠിച്ചോണം. കൃത്യം പറഞ്ഞുതരാൻ കാര്യം ശ്രദ്ധിച്ചട്ടെ. ഇസ്രയേലുമായി ബന്ധമുള്ള ലോകചരിത്രം, ആ ചരിത്രത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇസ്രയേലിനെ അടക്കി ഭരിച്ച ഭരണകൂടങ്ങൾ ഇതുവരെ എടുത്താൽ 7 ലോകശക്തികൾ കാര്യക്ഷമതയോടെ അവരെ കീഴടക്കി വെച്ചു. അതിൽ 4 നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ബാബിലോൺ, മീഡോപേർഷ്യ, ഗ്രീസ്, റോം. പക്ഷെ അതിന് മുമ്പ് 2 ഉണ്ടായിരുന്നു. ഈജിപ്റ്റ് ഓർക്കുന്നുണ്ടോ? അസീറിയ ഓർക്കുന്നുണ്ടോ? വേറൊരു കൂട്ടർ. അപ്പം 4 2 6. പിന്നെ സംഭവിച്ചത്, ഈ രാഷ്ട്രമില്ലാതായിട്ട് വിശാലമായ ലോകക്രമത്തിൽ ഇവർ ചെതറിക്കിടന്നു. അവൻ വന്നിട്ടില്ല. വന്നാൽ കുറേ നാളിരുന്ന് 12,000 കൊല്ലം. AD 70 മുതൽ 7 വരെ. മനസ്സിലായോ? 5 പേർ എഴുതുമ്പോൾ വീണുപോയി. റോമുണ്ട്, മാറ്റവും വന്നിട്ടില്ല. വന്നാൽ കുറേ നാളിരിക്കണം. ഇനി ഒരു ആൾ കൂടി ഇസ്രയേൽ കേന്ദ്രീകൃതമായ രാഷ്ട്രസങ്കല്പത്തിൻ്റെ തലപ്പത്ത് ഭരണാധികാരിയായി വരും. അവനെ വിളിക്കേണ്ട പേരാണ് ക്രിസ്തു. അവൻ 7 പേരിൽ ഉൾപ്പെട്ടവനും 8-ാമനുമാകുന്നു. വ്യക്തത തന്നു. കഴിഞ്ഞുപോയ സാമ്രാജ്യത്തിൻ്റെ കൂടെ ഒരു വേറിട്ട പുത്തൻ സാമ്രാജ്യം ഇനി ലോകത്തെ ഭരിക്കും. പക്ഷേ അത് ഇന്നീ കാണുന്ന ഇമ്പീരിയലിസം പോലെയല്ല, ഒരേകാധിപതി. ഭരണരീതി വ്യത്യാസമുണ്ട്. രീതികളെല്ലാം മാറും. ഒരു ഡിജിറ്റൽ റൂളിങ്ങാണ് വരാൻ പോകുന്നത്, കൺട്രോള്. ഓക്കെ. ക്രിസ്തു എന്നവൻ ഉലകത്തെ കൺട്രോൾ ചെയ്യാൻ 666 എന്ന ഒരു മാന്ത്രിക സംഖ്യ ഉപയോഗിക്കും. ഇതേതാണ്ട് ഇന്ന് പല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ആശയം, അല്ലേ? തൊട്ടുപോകാൻ പോലും നമുക്ക് നേരം കിട്ടുന്നില്ല. എങ്കിലും ഞാൻ മറ്റു ചിലത് കൂടി പറയാം. ശ്രദ്ധിക്കുക. നോക്കി നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങൾ സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നൊരു കാലമായിപ്പോൾ, അല്ലേ? അപ്പോൾ നമ്മുടെ കൺമുമ്പിലൊരു കാഴ്ച കാണാം.
ഈ പറയപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ തമ്മിലടിക്കുന്ന പ്രവണത മാറ്റാതെ രക്ഷയില്ല. എല്ലാവർക്കും ഇഷ്ടമുണ്ടൊരു യുദ്ധം നടക്കാതിരിക്കാൻ, അറിയോ? ഒരു രാജ്യത്തിനും താല്പര്യമില്ല. കാരണം നഷ്ടം, ഭരണാധികാരികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരെങ്കിലും യുദ്ധം ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരു രാജ്യത്തിലും ഇല്ല. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. മറ്റേ പിന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ചെയ്യാതിരിക്കാനോ പോകും. സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും യുദ്ധം ചെയ്തില്ല അവർക്ക് ഉറക്കം വരികയില്ല. അത് വിട്. ബാക്കി രാജ്യങ്ങൾക്കൊന്നും യുദ്ധം ചെയ്യണോ ചോര ചെയ്യണമെന്നൊന്നുമില്ല, ഒരു രാജ്യത്തിനും ഇല്ല. ഇപ്പോൾ ഒരു ടൈപ്പ് അതിന് വരുന്ന എല്ലാ രാജ്യങ്ങളും അതൊക്കെ വരുന്നുണ്ടല്ലോ ചർച്ച. അപ്പം ഇങ്ങനെ വരുമ്പോൾ ബിസിനസ് ശക്തിപ്പെടും. ബിസിനസ് ശക്തിപ്പെടണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, ഡിസ്ട്രിബ്യൂഷനും നടക്കണം. ഒരു കാര്യം മനസ്സിലാക്കിയോ, നമ്മളെല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ കൊമേഴ്സ്യൽ ആൻഡ് ട്രേഡ് സെൻറ്റർ ആധുനിക ഇറാഖ് പട്ടണത്തെ കേന്ദ്രീകരിച്ച് ഡെവലപ്പാകാൻ പോകുന്നു. മനസ്സിലായോ? ലോകരാഷ്ട്രങ്ങൾ മുതലിറക്കിക്കൊണ്ട് ഒരു വലിയ വാണിജ്യ നഗരമായി ഇറാഖ് പട്ടണം ശക്തിപ്പെടാൻ പോകുന്നു. അമേരിക്കയും റഷ്യയും UK-യും ഇന്ത്യയുമെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യത്തക്ക വിധം ആ നാട് മാറും എന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജോഗ്രഫിക്കലി ഇറാഖ് കിടക്കുന്ന ആ നാടിൻ്റെ ലൊക്കേഷനാണ്. കടൽ മാർഗം ലോകത്തെല്ലായിടത്തും ബന്ധപ്പെടാൻ, ആകാശമാർഗം ബന്ധപ്പെടാൻ, കരയിലൂടെ യാത്ര ചെയ്യാൻ ഒക്കെ വാണിജ്യത്തിന് പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷൻ. മനസ്സിലായോ? അത് ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു വരും. പക്ഷേ ഇന്ന് അവരായിരിക്കില്ല അവിടെ ഒന്നും കൺട്രോൾ ചെയ്യുന്നത്. അവിടെ കൊണ്ട് മുതലിറക്കി ബിൽഡ് ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രങ്ങൾ അവിടെ ഇങ്ങനെ മുതലിറക്കും. നിങ്ങൾക്കറിയാം, അത്തരം അഭിവൃദ്ധി വരുന്ന ഏതൊരു രാഷ്ട്രത്തിലും സമാന്തരമായി അധാർമികത വളരും, ദുഷ്ടത വളരും. ശരിയാണോ? ഒരധോലോകം, വലിയ വലിയ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ച് അധോലോകങ്ങളില്ലേ. ഒരിക്കൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുത്തൻ ബോംബെ വന്നിട്ട് ഈ അധോലോകം എവിടെയാണെന്ന് ചോദിച്ചു ഇങ്ങനെ കാത്തു നിന്ന് വണ്ടി വരാൻ. വായിച്ച് കേട്ടിട്ടേ ഉള്ളിത്. ഇപ്പോൾ വണ്ടി വരുമോ എന്ന് ചോദിച്ചവിടെ നിന്നു. ഒരു സ്ഥലമാണെന്ന് ഓർത്തല്ല. ഇതുപോലെ ഈ നഗരം വരും. ഈ നഗരം ഇങ്ങനെ വരുമെന്ന് ഞാൻ ക്ലാസ് എടുത്ത് വിട്ടാൽ പോരാ, അതിന് തെളിവ് വേണ്ടേ? നമുക്കൊരു വചനം വായിച്ചു പോകാം. സക്കറിയ 5:5 മുതൽ വായിച്ചേ. സക്കറിയ 5:5 മുതൽ നമുക്കത് വായിച്ച് നിർത്താം. സക്കറിയ ഒരു ദർശനം കണ്ടു. ശ്രദ്ധിച്ചു വായിച്ചോണം. സക്കറിയ അവനോട് ദൂതൻ പറഞ്ഞു, നീ തലപൊക്കി ഈ കാണുന്ന എന്താന്ന് നോക്കാൻ പറഞ്ഞു. ക്യാരി ഓൺ, വായിച്ചു. അപ്പോൾ ദൂതനോട് ചോദിച്ചു, ഇതെന്താണ്? മറുപടി എന്താ? പുറപ്പെടുന്നതായ ഒരു ഏഫ എന്ന് പറഞ്ഞാൽ എന്താ? ചോക്ലേറ്റാണോ? ബാസ്ക്കറ്റ്. സത്യത്തിൽ ഒരളവ് പാത്രമാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ നെല്ലളക്കുന്ന പറ, ഇതുപോലൊരു അളവ് പാത്രം. ബാസ്ക്കറ്റല്ല, ശരിക്കും എണ്ണ പകരാതെ ഒഴിയൊന്നും പോകത്തില്ല. മാവും ഇതൊക്കെ അരിയൊക്കെ ഇടാവുന്ന തരത്തിലെ പറ. പണ്ട് നമ്മൾ പഠിക്കല്ലേ, പാടം 1 പറ എന്നൊക്കെ പറഞ്ഞ് വിഷയം ഉണ്ടാക്കില്ലായിരുന്നു. ഈ സാധനം 2 കൊളുത്തുമൊക്കെ ഉള്ള. ഇനി അത് പുതിയ പിള്ളേർക്കോ ഇടത്തരക്കാർക്കോ ഒക്കെ മനസ്സിലാകില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റാം. ഒരണ്ടാവ് അല്ലെങ്കിൽ ഒരു ബിരിയാണി ചെമ്പ് പോലെ കൊളുത്തുള്ള ഒരു സാധനം. ഇപ്പോൾ പിടിയിട്ടോ? ഇതാണ് കണ്ടത്. വായിച്ചു. ഇത് മുഴുവൻ മനുഷ്യൻ്റെയും ആകൃത്യം, പാപമാണ് ഈ പാത്രം. ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും ആകൃത്യം, മുഴു ലോകത്തിൻ്റെയും പാപമാണ് ഈ പാത്രം. പിന്നെ വായിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ. ഒരു വട്ടത്തിലുള്ള ഈയപ്പലക, ഈ പാത്രത്തിൻ്റെ അടപ്പാണ്, നമ്മുടെ ബിരിയാണി ചെമ്പിൻ്റെ അടപ്പ്. അപ്പോൾ അതിനകത്ത് സ്ത്രീ എന്നൊന്നും വിളിക്കരുത്, ഒത്തിരി പ്രശ്നമുള്ളൊരു കാലമാണ്. അതിനകത്തൊരു ആൻറ്റി ഇരിക്കുന്നു. അതിന് മനുഷ്യനെ ബഹുമാനിച്ചാലുള്ള കുഴപ്പം എന്നാ? ഇതൊക്കെ ഞാൻ വന്ന് പറഞ്ഞു തരണോ ഈ രാജ്യത്തുള്ള മനുഷ്യരോട്?
അതിനകത്തൊരു അമ്മാമ ഇരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു, അർഹിക്കുന്ന ബഹുമാനം, ആദരവ്. പാപത്തിൻ്റെ പാത്രത്തിൽ ഒരാൻറ്റി ഇരിക്കുന്നു. പിടികിട്ടിയല്ലോ, ഒരു പാത്രം ആൻറ്റി. നമ്മളൊരു പാത്രം എണ്ണ എന്നൊക്കെ പറഞ്ഞല്ലേ, ഒരു സ്ത്രീ ഇരിക്കുന്നു. വായിച്ചേ. ആൻറ്റിക്കൊരു പ്രശ്നമുണ്ടേ, ദുഷ്ടത, ഒരു മയമില്ലാത്ത കച്ചവടം. പാപമാണ് പാത്രം, ദുഷ്ടതയാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ദൂതൻ ബുദ്ധിമാനായോണ്ട് അവളെ ഏവയ്ക്കുള്ളിലാക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. പിന്നെ ദേ വരുന്നു പിന്നെയും 2 ചേച്ചിമാർ, 2 സ്ത്രീകൾ പുറത്തു വന്നു. കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട് ആ പരിഭാഷയ്ക്കകത്ത്. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർ തിരിച്ചു പറയണം, അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഈ 2 സഹോദരിമാർ കൂടി ഒരു സഹോദരിയെ പാത്രത്തിലടച്ച് പറന്നൊരു പോക്ക്. ഞാൻ പറഞ്ഞ കെട്ടുകഥയല്ല, ബൈബിളിലുള്ള കാര്യമാണ്. എന്തൊക്കെയായി കേൾക്കുന്നത്. 2 സ്ത്രീകൾ കൂടി ഒരു സ്ത്രീയെ അടച്ച് പെട്ടിക്കകത്താക്കി പറന്നൊരു പോക്കേ. പിന്നെ ദൂതനെടുത്തുണ്ടപ്പോൾ ചോദിച്ചു, ഇതെവിടെ പോവാ? ഈ സ്ത്രീയെ ഭയം കൊണ്ട് എവിടെ പോയി? ദുഷ്ടതയാകുന്ന സ്ത്രീയെ പാപത്തിൻ്റെ അകൃത്യത്തിൻ്റെ പാത്രത്തിലാക്കി ഇതെവിടെ പോവാ? വായിച്ചേ. അതിനവൻ നമ്മൾ 1-ാം ദിവസം വന്നവർക്ക് പിടികിട്ടി. ഭാഷയ്ക്ക് മനസ്സിലായോ? എവിടാ വീട് വെക്കുന്നേ? ശിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് വെക്കാൻ പോകുന്നു. മനസ്സിലായോ? കൊമേഴ്ഷ്യൽ ഏഭ വരുന്ന സ്ഥലം കണ്ടോ? അളവ് പാത്രം 2 സ്ത്രീകൾ കൂടെ പിടിച്ചേക്കുന്നുണ്ടോ? ലോകത്തിങ്ങനെ ഇത്തരം രാജ്യത്തെ വിറപ്പിച്ച് വരുതിയിലാക്കാൻ കഴിയുന്ന 2 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 സ്ത്രീകളൂടെ ഇറാഖിനെ ആക്രമിച്ച് അധീനതയെ കൊണ്ടുവന്നുണ്ടോ? പാത്രം കൊണ്ട് വെക്കാനല്ല, മിസൈൽ ഇരുന്നുകൊണ്ടൊന്നുമല്ല, കച്ചവടം. സ്ത്രീകൾ 2 രാജ്യങ്ങളാട്ടോ. രാജ്യങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല. അമേരിക്ക അവിടെ ഇട്ടേച്ച് പോയില്ലേ എന്ന് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഇറാഖ്. നിങ്ങൾക്കറിയാം, ലോകത്തിലേറ്റവും വലിയ അമേരിക്കൻ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത് ഇറാഖിലാണ്. സ്റ്റാഫിൻ്റെ എണ്ണം കേൾക്കണോ? 35,000. കേട്ടിട്ടുണ്ടോ? എന്തിനാ പാത്രം കൊണ്ട് വച്ചേക്കുന്നത്? കടൽ വഴിയുള്ള കച്ചവടം, ആകാശമാർഗം, കരമാർഗം. എത്തതെന്നോ? അല്ല, ശിനാർ ദേശം. 2010 ജനുവരി മാസം 1, ഡേറ്റ് മറക്കൂല. ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടെയോ പ്രസംഗിച്ചിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണ്. 31. അപ്പോൾ നമ്മുടെ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്നെ വിളിച്ചു, എൻ്റെ ഈ CD കണ്ടിട്ട്. അന്ന് CD ആണ്. എന്നോട് പറഞ്ഞിങ്ങനെ, ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്നൊരു വ്യാപാര ശൃംഖല ഇറാഖ് കേന്ദ്രീകരിച്ച് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് കുറേ തെളിവ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വെട്ടുന്ന വലിയ റോഡുകൾ, അന്ന് റോഡുകൾക്കൊക്കെ കേരളമെതിരെ നിൽക്കുന്ന കാലമാണ്. നമ്മളന്ന് പറഞ്ഞ വലിയ റോഡുകൾ വരാൻ പോകുന്നു, രാജ്യാന്തര റോഡുകൾ. കാരണം ഈ കച്ചവട സാധനങ്ങൾ ചെല്ലണം. തെളിവോടുകൂടി ചരിത്രമൊക്കെ ഉദ്ധരിച്ചിത് പറഞ്ഞു. എന്നെ ഒരു ദിവാസം വിളിച്ചിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ദിവാസനെ ഇന്നത്തെ മനോരമ വായിക്കണം, താങ്കൾ പ്രസംഗിച്ചതിന് തെളിവായിട്ടൊരു വാർത്ത. ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന വലിയ ബുൾഡോസറുകളൊക്കെ കൊണ്ടുവന്ന് ഭയങ്കര പണിയാണ്. അപ്പോൾ ആൻ്റണി സാറായിരുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി. പുള്ളി ഓർത്ത് അതിരി മാന്തി വരിക. പുള്ളി അപലപിച്ചു, ക്രൂരവും പൈശാചിയുമാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ചൈന പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അതിരി മാന്തുകയല്ല. ശ്രദ്ധിച്ചേക്കണം, അടുത്തത് മനോരമ റിപ്പോർട്ട് വായിക്കണം. കരമാർഗം 48 മണിക്കൂർ കൊണ്ട് ഇറാഖിലെത്താൻ ഞങ്ങളൊരു റോഡ് നിർമ്മിക്കുകയാണ്. കണ്ടല്ലോ.
ഈ റോഡിലേക്ക് നമ്മുടെ ഹൈവേകളെല്ലാം വന്നു ചേരുന്നേ എന്തിനാണെന്നറിയണ്ടേ? വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ സാധനം വരണം എല്ലായിടത്തും. കരമാർഗം വേണം, കടൽ മാർഗം വേണം, വ്യോമമാർഗം വേണം. പിടിയിട്ടോ? ഒന്നുകൂടെ കേട്ടു. ചെറുകിട വ്യാപാര ശൃംഖലകളെല്ലാം അടച്ചു പൂട്ടാൻ പോകുന്നു. ഞാൻ ദുബൈയിൽ പ്രസംഗിച്ച വഴിക്കൊരു കാര്യം പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കണം, ചെറുകിട സ്വർണ്ണ വ്യാപാരികളൊക്കെ പൂട്ടും. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത ദിവസം ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം, അങ്ങനെ പലതും പൂട്ടിപ്പോയി. പറയണ്ടെന്നും വാക്കിൽ കൊടുക്കരുത് നമ്മളെ ആരും. പലതും പൂട്ടിക്കെട്ടി. എന്താ കാര്യം എന്നറിയണ്ടേ? ഇത്തരം ഓൺലൈൻ മാർക്കറ്റുകൾ സജീവമാകുമെന്ന് ഞാൻ അന്ന് പ്രസംഗിച്ച. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊണ്ടെത്തിച്ച് തരുന്ന തരത്തിലെ ഉൽപ്പന്നങ്ങൾ. ഒരു മോതിരം വേണം, പരസ്യം കണ്ടു, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു. നമ്മളെ കണ്ടപ്പോഴേ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ എല്ലാവർക്കും പിടികിട്ടി. തൊട്ടടുത്ത ദിവസം മരതകപ്പച്ച മുത്തു പതിച്ച, മാണിക്ക കല്ല് പതിച്ച ഒരു മനോഹര മോതിരം. മനസ്സിലായോ? ഇതൊക്കെ ഇട്ട് കേരളത്തിൽ ചെന്നു. നിങ്ങൾ ഇവിടെങ്ങാരും മൈൻഡ് ചെയ്യത്തില്ല. കേരളത്തിൽ ചെന്ന് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങി, എന്നാണ്ട് വിശേഷമൊക്കെ, എവിടാ ഇപ്പം? അത്ര ഭംഗിയായത്. ആരെയും കുഴപ്പമില്ല, നമ്മൾ പോലും ഇങ്ങനെ വെച്ചു പോകുന്നു. ആരെയും കുഴപ്പമില്ല. വൈകിട്ടത് വെച്ചിട്ട് കിടന്നു. നേരം വെളുത്ത പാരണ്ട് അടിച്ചു മാറ്റി. കേരളമല്ലേ, അവിടെ കൊണ്ടുപോലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഏതായാലും വിഷമിച്ചിരുന്നു. അപ്പോൾ കൺട്രോൾ റൂമിൽ ഒരു വിളി, കസ്റ്റമർ കെയറിയുന്നേ, സാർ മോതിരം കിട്ടിയിട്ട് എങ്ങനെയുണ്ട്, സന്തോഷമാണോ? നമ്മൾ നാളും എല്ലാം പറഞ്ഞ ആൾക്കാർ മേടിച്ച് അതിന് പറ്റിയ കല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴേ മന്ത്രവാദവും ഇതൊക്കെ നടക്കുന്ന കാലമല്ലേ. പുള്ളി പറഞ്ഞു, ഈ ജാതകം ഒന്നും പ്രയോജനപ്പെട്ടില്ല, ആരാണ്ട് അടിച്ചു മാറ്റി. അതേപ്പറ്റി ബോധയിടാണ്ട. സാറിൻ്റെ മോതിരം ഇവിടെ പോയാലും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടെ. അതിനുള്ള പൈസ അടപ്പിച്ചിട്ടുണ്ട്. ഒരു ഡിപ്രിസിയേഷൻ ചാർജ് അടച്ചു, 10,000-2,000 രൂപ അടച്ചു, തീർന്നു. ഇത് മാവലിക്കരയിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ ട്രെയിനിൽ കയറി നേരെ കോട്ടയം ചാടി. കോട്ടയം ചാടിയിട്ടാണ് ഇവൻ അവിടെ വെച്ചൊന്ന് ഇട്ട് നോക്കി. ഇങ്ങനെ വിറച്ച് അവനെന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി. എന്നാന്ന് വെടിയിട്ടുന്നില്ല, ഷുഗർ താന്നാന്നൊക്കെ ഓർത്തു. ഒരു ചായ നല്ല മധുരം കൂട്ടി മേടിച്ചു. ഗ്ലാസ് അടക്കം വിറയ്ക്കുകയാണ്. ഒടുക്കം കള്ളനെ ഇവൻ നേരെ അങ്ങോട്ട് ക്ലിനിക്കും എല്ലാം പോകാമെന്നോർത്ത് ഇങ്ങനെ നടന്ന് കോട്ടയം ടൗൺ വഴി ഇങ്ങനെ വെച്ച് പോവുക. കാണുന്നൊരിടത്താണ്ട് ഉണർവ് കൂട്ടായ്മയെന്ന് വരികയെന്ന്. കോട്ടയം ടൗൺ വഴിയല്ലേ, നാഗമ്പടം വഴി ഇങ്ങനെ വെച്ച് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമെന്ന് പറഞ്ഞ് അവനിങ്ങനെ വരിക. വല്ലവൻ്റെ എല്ലാം അടിച്ചു മാറ്റിയിട്ട് കവിഞ്ഞൊഴുകുകയെന്ന്. വല്ലവൻ്റെ എല്ലാം കയ്യിലിരിക്കുന്ന സാധനം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കവിഞ്ഞൊഴുകുക. ഒഴുകിയത് അവനേ ഉള്ളൂ, വേറെ ആർക്കും ഒഴുകുന്നില്ല. മറ്റുള്ളവൻ്റെ കയ്യിൽ പോയതേ ഉള്ളൂ, കവിഞ്ഞൊഴുകുക. ഇതും വെച്ച് ഇങ്ങനെ പോയി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ഇവനെ ഒന്ന് പരിശോധിച്ചു. സ്റ്റെതസ്കോപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചു. ഡോക്ടറും പറയ്ക്കാൻ തുടങ്ങി. ഓ ഗ്ലോറി, ഇതെടുത്തു, വിറയിൽ നിന്നു. ഡോക്ടർ പറഞ്ഞ് ഇവനെ ഒന്ന് സ്കാൻ ചെയ്യണം, അങ്ങോട്ട് കെറ്റിക്ക്. സ്കാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാച്ചും മോതിരമൊക്കെ അഴിച്ചു. അവനൊരാശ്വാസം, സുഖം. പെട്ടെന്ന് പോലീസ് വന്നിട്ട് ആ സെക്യൂരിറ്റി ചോദിച്ചു, ഈ ലാപ്ടോപ്പ് കാണിച്ചിട്ട് വെച്ചു, എൻ്റെ ഈ ഫോട്ടോയിൽ കാണുന്ന ആളിങ്ങോട്ട് വന്നോ തണ്ടിവൻ? അയ്യോ സാറേ, അകത്തോട്ട് പോയല്ലോ. എന്തി അകത്തുണ്ട്? ഡോക്ടറെ കയറി കണ്ട പറഞ്ഞു, അവനെ സീരിയസാണ്, സ്കാൻ ചെയ്യാൻ വിട്ടേക്കുക. ഈ സർക്കിൾ പറഞ്ഞു, സാറേ അതേ, ഇത്തരം രോഗങ്ങൾ നിങ്ങൾ ചികിത്സിച്ചാൽ മാറുകയില്ല. ഞാനോടത്ത് ക്ലാസ് എടുത്തപ്പോൾ അവിടെ സൈക്കോളജിയൊക്കെ പഠിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. ഇങ്ങനെ ഈ മൊബൈൽ നോക്കിയിരിക്കുന്നമാർക്ക് ഇത് മാറുകയില്ലെന്ന് പറഞ്ഞെടുത്തു എന്നോട്. അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് ആൾ മാറത്തില്ലെന്ന്, ചികിത്സിച്ചൊന്നും മാറ്റാൻ പറ്റില്ലെന്ന്. ഞാൻ പോയി ഇത്ര നേരം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളിനെ സൈക്കോളജിയിൽ അവനെ മാറ്റാൻ സൈക്യാട്രിയിലൊന്നും ചികിത്സ കാണത്തില്ല. പക്ഷെ ഇവനൊക്കെ പറ്റിയൊരു സംഭവമുണ്ട്, ഒരു ചികിത്സയുണ്ട്. അതിന് അഡിയോതെറാപ്പി എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന്. ഇവിടെങ്ങും പറ്റുകയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ കുത്തിക്കൊണ്ട് എപ്പോഴും വന്നിട്ടിരിക്കുന്നവനെ നോക്കണം. അവന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താ? മോൻ അറിയാമായിരുന്നോ? നമ്മുടെ കൊച്ചു പയ്യൻ എർമോലെ കാണും നമ്മുടെ പറഞ്ഞു. അറിയാമായിരുന്നോ? അഡിയോതെറാപ്പി എന്നൊരു സംഗതിയുണ്ട്. മനസ്സിലായില്ലേ? ഇവനെ പോലീസ് പിടിച്ചു. നീ ആണോടാന്ന് ചോദിച്ചു. ഇവനാ കട്ട സ്ഥലം പോലുള്ള രംഗങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ടെന്ന്. അത്തരം സാധനമായിട്ടിരിക്കുന്നത്. ലോകത്തെവിടെ പോയാലും പിടിക്കുന്ന കള്ളനും പ്രവർത്തിച്ചു കൂടാത്ത കാലം. മനസ്സിലായോ?
അപ്പോൾ പിന്നെ ഈ ലോക്കൽ കടയിൽ നിന്ന് മേടിക്കാൻ മനുഷ്യൻ പോവോ? കണ്ടോ, കൺട്രോൾ എല്ലാം ഒരിടത്ത് വരുന്നുണ്ടോ? ബിസിനസ് എല്ലാം ഒരിടത്ത് വരുന്നുണ്ടോ? ഈ വ്യവസ്ഥ എങ്ങനെയൊക്കെ നാടിനെ മാറ്റിമറിക്കും? ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ വീണ്ടെടുപ്പെടുത്തു. ഒത്തിരി ഉണ്ട്, ഞാൻ പാതി വഴി നിർത്തുക. നമ്മുടെ വീണ്ടെടുപ്പെടുത്തു, നമ്മുടെ നിത്യത വരാൻ പോകുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പിന്നെ 1000 ആണ്ട് വാഴ്ചയുണ്ട്, പിശാചിനുള്ള ന്യായവിധിയുണ്ട്, തൻ്റെ മക്കൾക്കുള്ള വിശ്രാമമുണ്ട്. നമ്മൾ നിഴലുകൾ പൊരുളുകളായി പുതു ജെറുസലേം എന്ന മനോഹര നഗരത്തിലേക്ക് പ്രവേശിക്കും. ഒന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്താം. എന്നോട് സ്വർഗീയ സന്തോഷമൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ഒരിക്കൽ ചോദിച്ചാണ്, ഈ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പണ്ട് ലൂസിഫറിന് തോന്നുമല്ല അഹങ്കാരം തോന്നുമെന്ന്. ഞാൻ ചോദിച്ചു അതെന്നാന്ന്. അങ്ങനെ പുള്ളി പറഞ്ഞു, നമ്മുടെ ആൾക്കാരല്ലേ വല്ലതും പറയാൻ പറ്റുമോ? ആ സമയത്ത് നിസാര കാര്യം മതി, ഒരു അഹങ്കാരം കയറിപ്പോയാ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് അവിടെ അഹങ്കാരമൊന്നും വരത്തില്ല. കാരണം എന്നാ? ഞാൻ പറഞ്ഞു, നമ്മൾ തേസ്കരിക്കപ്പെട്ടു, ദൂതതുല്യരായി. ദൂതനല്ല ഈ പണി പണ്ട് കാണിച്ച്, അപ്പോൾ തേസ്കരിക്കപ്പെട്ടു ഒരു കാര്യമുണ്ടോന്ന്. അതിനകത്തൊരു ലോജിക്കുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വരികയല്ല, കാരണമാണ് ഒരു സ്വരം. അത് പറഞ്ഞ് നിർത്താം. എന്താണെന്നറിയണ്ടേ? നമ്മളെല്ലാവരും രൂപാന്തര ശരീരികളായി മാറുമ്പോഴും മാറ്റമില്ലാത്ത ഒരുവൻ അവിടെ ഉണ്ട്. ആരാ? നമ്മുടെ കാന്തനായ കർത്താവായ യേശു. അവിടുത്തെ ആണിപ്പഴുത് അപ്പോഴും അവിടെ ഉണ്ട്. ഉണ്ടോ? നിത്യതയിലുണ്ടെന്ന് അത് പോവില്ല. എന്താ കാര്യം? അതിനാ നമ്മുടെ തോമസിനോട് പറഞ്ഞു, ഇനി വാ, ഞാനാണോ നോക്കിയത്, എൻ്റെ ഐഡൻറ്റിറ്റി തണ്ട് ഇതാണ്. അത് പോകത്തൊന്നുമില്ല. കാരണം ഈ മുറി ഒരു തോൽവിയല്ല, ഇതൊരു ജയമാണ്. സിംഹമടയിൽ പോയൊരു കുഞ്ഞാടും മടങ്ങി വന്ന ചരിത്രമില്ലെങ്കിൽ മടങ്ങി വന്ന ഈ കുഞ്ഞാട് ഒരു തെളിവ് തരിക, ഒന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല. ജയത്തിൻ്റെ മുറിവായത്. സ്തോത്രം. അങ്ങനെയെങ്കിലേ നിത്യതയെ വെച്ച് നമുക്ക് ഇങ്ങനെ അഹങ്കാരം തോന്നാതിരിക്കാൻ കാരണം എന്നാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ മുറിവിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നോക്കുമ്പോൾ ആ മുറിവ് വാക്കും ഭാഷണവും കൂടാതെ പറയും, നീ ഇവിടെ വരെ വന്നത് നിൻ്റെ യോഗ്യതയല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലും പാടുന്നത്, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. നമുക്ക് ഈ മഹാദൈവത്തിൻ്റെ പുത്രനെ അനുഗമിപ്പാൻ സർവശക്തൻ കൃപ നൽകട്ടെ.